പക്ഷെ എന്തോ അടിപൊളി കാലഘട്ടം. ഏത് സിനിമക്ക് ഉച്ചക്ക് പോകും ഇന്നോട്ടം പിടിച്ചിട്ടുണ്ട്. പച്ച തെറി വിളിക്കുന്നത് എന്ത് എങ്ങനെയാണ് ചെയ്യണത്? അയാൾക്ക് ഭ്രാന്താ ഉണ്ടാവും. പ്രിൻസിപ്പൾ എങ്ങനെ നോക്കിയിരിക്കണം. നമ്മുടെ സ്കൂൾ ക്ലാസ് റൂമിന്റെ ബാക്കില് ഒരു വാഴത്തോട്ടം, ക്ലാസ് കൂടെ ഒക്കെ നോക്കുമ്പോ കാണാൻ വാഴത്തോട്ടത്തിൽ കൂടെ ഓരോ ആൾക്കാർ ഇങ്ങനെ പോകുന്നു. അപ്പോ ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഹോളി ഹാബിറ്റാറ്റ്. ഇന്ന് നമ്മുടെ ഒപ്പം നൗഫൽ തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ഗസ്റ്റ് ഉണ്ടെന്ന്, മിസ്റ്റർ നിയാസ് കണ്ണൻകുഴി. അത് പറയണം നമ്മളല്ലേ നിയാസെ. അപ്പൊ ഈ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ആരാണ്, അതല്ല ആരാണ്, നമ്മളെങ്ങനെയാണ് പരിചയം എന്നൊക്കെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അപ്പോ പറഞ്ഞ പോലെ നിയാസ് നമ്മളൊക്കെ ഒരേ നാട് ബേസ് ചെയ്തിട്ട് തന്നെയാണ്, മഞ്ചേരി. പിന്നെ ഞങ്ങളെല്ലാരും ഫസ്റ്റ് മീറ്റ് ചെയ്യണത് പറഞ്ഞ പോലെ ആ +2 കാലഘട്ടത്താണ്, പൊട്ടിത്തെറിക്കണ ആ പ്രായത്തില്. ഇപ്പോ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെ തന്നെയായിരുന്നു സ്റ്റാർട്ടിങ്. പിന്നെ അപ്പോൾ ഈ പോഡ്കാസ്റ്റ് പറയുമ്പോഴും ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് കാലത്തിന് ശേഷം നമ്മളെ കൂടി ഇരുന്ന് പറയുന്ന ആ ഒരു സംസാരിക്കണ ആ ഒരു ഇതുണ്ടല്ലോ, ആ വൈബ്, അതാണ് ശരിക്കും പോഡ്കാസ്റ്റ് എനിക്ക് ശരിക്കും ആദ്യം ഫീൽ ചെയ്തത് കണ്ടപ്പോൾ. നമ്മുടെ ആ ഒരു കോൺവെർസേഷനും നൗഫലിന്റെ പഴയ ചളികളും നൗഫലിന്റെ പണ്ടേ ഒരു നിലവാരം കുറഞ്ഞ തമാശകളുടെ ഒരു താല്പര്യം പറയണ്ട. അത് അല്ലല്ല, അന്ന് നമ്മളത് ആസ്വദിച്ചിരുന്നു. അപ്പോ പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താ വെച്ചാല്, ഞങ്ങളൊക്കെ 2017 കാലങ്ങളിൽ ഒരേ വർഷത്തോളം +1 +2 ഒരുമിച്ച് പഠിച്ചു. 17 നമ്മള് ആക്ച്വലി 15 2015 തൊട്ടല്ലേ? 15 അപ്പൊ എത്ര കാലേ? അപ്പൊ 9 വർഷത്തോളായി. അപ്പോ ഒരുമിച്ച് ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച ആൾക്കാരാണ്. പക്ഷെ എന്തോ ഭാഗ്യം നല്ല കൊറേ കാലം കറങ്ങി തിരിഞ്ഞ് നമ്മള് ചെക്കുന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് നമ്മള് ഒരേ ബെഞ്ചില്. അപ്പൊ ഇവൻ എങ്ങനെ ചെക്കിലെത്തി എന്നുള്ളതും ഈ PhD ചെയ്യാൻ വന്നതാണ്. ഈ നാട്ടില് കെമിസ്ട്രി ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു. പിന്നെ കുറച്ചു കാലം ഇങ്ങനെ ഈ റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് PhD ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടെ ചെക്ക് റിപ്പബ്ലിക്കിൽ വന്നത്. ഈ അപ്പൊ എന്തൊക്കെ നമ്മളൊക്കെ ഓർമ്മ, നമ്മളൊക്കെ കമ്പ്യൂട്ടർ സയൻസ് അല്ലേ പഠിച്ചത്? അതിപ്പോ ഞാൻ ആലോചിച്ചു ഈ എന്താ പഠിച്ചത്? എന്നിട്ട് ഞാൻ കമ്പ്യൂട്ടർ സയൻസ്. ഇവന്റെ ഒരു വിറ്റ്, നൗഫലിന്റെ വിറ്റ് എന്താ വെച്ചാല്, ഞങ്ങള് +2 കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പൊ ആ ടീച്ചറോട് ഞങ്ങള് പോവാണ്, ഇങ്ങനെ പുറത്ത് പോവാണെന്ന് പറയാൻ വേണ്ടിട്ട് ഞങ്ങള് സ്കൂളിൽ പോയി. തിരിച്ച് TC ഡോക്യുമെന്റ്സ് ഒക്കെ വാങ്ങി. ടീച്ചർ അവിടെ ഇരിക്കണ്ടായിരുന്നു, ക്ലാസ് ടീച്ചർ. 36 പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസിന്റെ ടീച്ചറാ. അപ്പൊ ഭയങ്കര കമ്പ്യൂട്ടർ 37 പറയും. മുപ്പത്തേര് പഠിക്കുന്ന നോട്ട്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറാക്കിളിലൊക്കെ ജോലി കിട്ടും, അങ്ങനെയുള്ളൊരു ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ ഞങ്ങളോട് ചോദിച്ചു, എന്താ നിങ്ങൾ പഠിക്കാൻ പോണേ? ഞങ്ങളിവിടെ ബിസിനസ്സാ പഠിക്കാൻ വരുന്നത്. അപ്പൊ അവരോട് ചോദിച്ചു, ടീച്ചറെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് തന്നെ പേടിച്ചിട്ട് ടീച്ചർ. അതെ, അപ്പൊ നമ്മളൊക്കെ പഠിച്ചത് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും ഇപ്പൊ ഓരോ വേറെ ഫീൽഡിലാണല്ലോ. അപ്പൊ കെമിസ്ട്രി ആണ് ചെയ്യുന്നത്. അങ്ങനെ കെമിസ്ട്രിയിൽ എത്തിയത് ഒന്ന് ചെറിയൊരു നോട്ടിൽ പറയാൻ പറ്റും. നോട്ടില് അത് അന്ന് ആകെയുള്ളത് +2 കെമിസ്ട്രിയിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മളോട് തന്നെ ഒരു കോൺഫിഡൻസ് കാണുന്നുണ്ട്. അതെ, നമുക്ക് നമ്മളോട് തന്നെ ഒരു പ്രൂവൺ ചെയ്ത സാധനം കാണുന്നുണ്ട്. അതായത് അന്ന് എത്ര 200-ല് അറൌണ്ട് 190 മാർക്ക്, അതിൽ കൂടുതൽ അതാണ് കെമിസ്ട്രിയിലുള്ളത്. പിന്നെ അന്നത്തെ കപൂർ സാർ ഉണ്ട്, സാറിന്റെ ഇൻസ്പിറേഷൻ ആണ്. നൗഫല് പേടിച്ചിട്ട് ക്ലാസ്സിൽ വരാതിരിക്കണം. ഞാനും പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഞങ്ങള് ഇയാളെ ക്ലാസ് ആവുമ്പോ ഞങ്ങള് പോകും ബാത്റൂമിൽ, 2 കപൂർ സാറിൽ ബാത്റൂം പോയി 1 മണിക്കൂർ ഇരിക്കും, ഓടിച്ചിരിക്കും. കാരണം പേടിയാണ് കെമിസ്ട്രി. പക്ഷെ മൂപ്പര് പഠിപ്പിക്കില്ല. അല്ല, അതായിരുന്നു ശരിക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു സാറ്. ചില ടീച്ചർമാരില്ലേ നമ്മളെ ഇൻസ്പയർ ചെയ്യണം. തീർച്ചയായിട്ടും നമുക്ക് എത്ര ടീച്ചർമാര് വന്ന് പോയിട്ടുണ്ടാവും നമ്മുടെ ഒരു 12 വർഷത്തെ സ്കൂൾ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ. പക്ഷെ വളരെ ചുരുക്കം ആൾക്കാരെ ഇപ്പൊ നമ്മളെ കെമിസ്ട്രി സാറ് പറഞ്ഞാൽ മൂപ്പര് എപ്പോഴും ഒരു എഫേർട്ട് എടുക്കും, നമുക്ക് മനസ്സിലാവും. പിന്നെ ഭയങ്കര കോംപ്ലക്സ് ടോപ്പിക് ആണ് ഇത്, ഭയങ്കര സിംപ്ലിഫൈഡ് ആയിട്ട് തമാശയൊക്കെ വരച്ച് ചിത്രമൊക്കെ വരച്ച് അടിപൊളി ഒരു സാറായിരുന്നു. മൂപ്പര് എപ്പോഴും ഓർക്കും. മൂപ്പര് ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, എങ്ങനെയുണ്ട് പോളണ്ട് ഇതൊക്കെ ചോദിച്ചു. അപ്പൊ അവരും നമ്മൾ ഓർക്കുന്നു. മൂപ്പർക്ക് ഒരു എഫേർട്ട് എടുക്കണ്ടേ, എത്ര സ്റ്റുഡൻസ് വന്നു പോകും. അങ്ങനെ കുറെ നല്ല ടീച്ചർമാരൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു ടീച്ചർ കാരണമാണ് ഈ കെമിസ്ട്രി. ഞാനൊന്നും പറയും. കാരണം ഇനിയിപ്പോ ഞാൻ ഇതിന്റെ ഇടയിലാണെങ്കിലും ഡിഗ്രി പഠിക്കുന്ന സമയത്തും
പിള്ളേർക്ക് ട്യൂഷൻ എടുക്കാൻ പോയിരുന്നു 10ലും 9ലും പഠിക്കുന്ന കുട്ടികൾക്ക്. അന്നും ഇതേപോലെ ഞാൻ അതെ ഞാൻ അത് ശരിക്കും കോപ്പി ചെയ്തെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് ആ ഒരു സാറ് കുറച്ച് ടഫാണല്ലോ, പക്ഷെ ടഫായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇടയിൽ കൂടെ ചിരിച്ചടി അതെ പെർഫെക്റ്റ് ആയിട്ട് അത് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളത്. അങ്ങനെയല്ല, പക്ഷെ അത് നമ്മളെ ആ ഒരു അതെ അതെ സാറെടുത്ത് അതായിരുന്നു ശരിക്കുള്ള ഒരു ഇൻസ്പിറേഷൻ. പിന്നെ അങ്ങനെ ഡിഗ്രിക്ക് ആദ്യം MES പോയി, പിന്നെ മഹാരാജാസ് പോയി, അവസാനം കറങ്ങി തിരിഞ്ഞാണ് BSMO എത്തിയത്. അവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ PG നാട്ടിൽ തന്നെ, അതായത് ഹൈദരാബാദ് അവിടെ ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ആ സമയത്തും ഈ റിസർച്ച് എന്ന് പറയുന്ന സാധനമൊന്നും ഞാൻ അന്ന് ഫിക്സ് ചെയ്തിട്ടൊന്നുമില്ല ലൈഫിൽ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാല് ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഓക്കെ എന്നാൽ ഇനി PGക്ക് പോവാം. ഐ മീൻ അങ്ങനെ ഒരു ലോങ് ടേമിൽ നമ്മൾ കരിയർ ഫോക്കസ് ചെയ്തിട്ടൊന്നുമല്ല. പിന്നെ ഡിഗ്രി കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഈ തിസീസ് ചെയ്യണമല്ലോ, 6 മാസത്തോളം പ്രൊജക്ട് ചെയ്യണം. അപ്പോൾ ഈ കെമിസ്ട്രി ലാബിലൊക്കെ കയറിയ സമയത്തും പിന്നെ നമ്മള് എല്ലാരും തമാശ രൂപേണ എപ്പോഴും പറയും കെമിസ്ട്രി ആവുമ്പോ ഓക്കെ ബ്രേക്കിംഗ് ബാഡ്, ഇവനത് കെമിസ്ട്രി അതിനോട് ബിസിനസ് നമ്മള് തമാശ രൂപേണ പറയലുണ്ട്. അതേപോലെ നമ്മളെ അൻഷാദ് ഉണ്ടല്ലോ ഫ്രണ്ട്, ഷിപ്പിലാണ് വർക്ക് ചെയ്യണത്. അപ്പൊ പറയും ഓക്കെ എക്സ്പോർട്ട്, അതായത് ഗ്ലോബലുള്ള തമാശയാണ് തീർച്ചയായിട്ടും പറയാലോ. അങ്ങനെയല്ല, അങ്ങനെ ആ ഒരു റിസർച്ച് ലാബിൽ കയറിയപ്പോഴാണ് ഓക്കെ ഇത് കൊള്ളാം, രസമുണ്ട്. പിന്നെ ഒരു ഇതില് എന്തോ ഒരു കണ്ടുപിടുത്തം എന്തെങ്കിലുമൊക്കെ ഒരു ഇൻപുട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ അതിൽ ഞാനും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം അത് കഴിഞ്ഞിട്ടാണ് കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ഇതുപോലെ IIT പാലക്കാട് ഇതേപോലെ ഒരു റിസർച്ച് അസിസ്റ്റന്റ് എന്നുള്ള പൊസിഷൻ. നമ്മൾ PhD ചെയ്യുന്ന അതേ വർക്ക് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, പക്ഷേ PhD അല്ല, നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് റിസർച്ച് ചെയ്യാം. അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ കുറച്ചൊരു ഇന്നോവേറ്റീവ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇപ്പോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പോൾ IIT-കളൊക്കെ നമ്മൾ പറയുന്ന പോലെ അന്ന് ശരിക്കും നമുക്കൊരു അത്ഭുതമാണ് എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്നുള്ളത്. അവിടെ ചെന്നപ്പോൾ ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്തു. അതുകൊണ്ട് അത് പോകുമ്പോൾ പോലും ഞാൻ PhD ശരിക്കും ലൈഫിൽ എയിം ചെയ്യണമെന്നില്ല. അപ്പോൾ അന്നും ഒരു വർഷം വർക്ക് എടുത്തപ്പോൾ ഓക്കെ ഇത് കൊള്ളാം, PhD ഒരു 4 വർഷം ചെയ്യാം, അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്തൊരു സ്റ്റൈപ്പൻഡ് കിട്ടും, ഒരു ഏർണിങ്സ് ഉണ്ടാവും ലൈഫിൽ, ഒരു കുഴപ്പമില്ലാത്ത. ഇന്ത്യയിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്, അതുകൊണ്ടാണ് നമ്മളെപ്പോഴും വിദേശത്തെ രാജ്യങ്ങളെ ആശ്രയിക്കാൻ നിൽക്കുന്നത്. ഇപ്പോൾ US-ലാണെങ്കിൽ അറൗണ്ട് $3000 ഒരാൾക്ക് മാസം കിട്ടും, UK-ൽ അറൗണ്ട് 2000. അങ്ങനെ അത്യാവശ്യം ഒരാൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫൈനാൻഷ്യൽ ബാക്കപ്പ് കൊടുക്കുന്നുണ്ട്. അതൊരു റീസൺ ആണ്, കാരണം പൈസ നോക്കുക, നമ്മൾ അതും നോക്കുന്നുണ്ട്. അത് ഫാക്ടറാണ്. കാരണം 5 വർഷത്തോളം നമ്മൾ ഈ ഒരു സെയിം ഫിക്സഡ്, അതായത് സാലറി ഹൈക്കോ അങ്ങനെ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ല, ഫിക്സഡ് ഇതിൽ തന്നെ പോകണം. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് നല്ലൊരു ഫൈനാൻഷ്യൽ ബാക്കപ്പും കിട്ടും. പിന്നെ നമ്മൾ ചെയ്യുന്ന സാധനം എൻജോയ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. ഇപ്പൊ പാലക്കാടത്തെ വർക്ക് പറയുകയാണെങ്കിൽ അവിടെ ഞാൻ സൗരഭിന്റെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്വെറ്റിന്ന് നമ്മൾ വേരിയസ് ആൾക്കാർ ഉപയോഗിക്കുന്ന ഡ്രഗ്സ്, അതിനിപ്പോ പറഞ്ഞിട്ട് ആൾക്കാർ ഐഡിയ എടുക്കുക, എന്റെ പേറ്റന്റ് പോവോ? ഇല്ല, നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ച അങ്ങനെയല്ല. പക്ഷേ എന്നാലും ജസ്റ്റ് ഒരു കൺസേൺ, നമുക്ക് സ്വെറ്റിന്ന് ഏതൊക്കെ രീതിയിൽ നമ്മൾ ബ്ലഡ്സ് അതേപോലെ ഗ്ലൂക്കോസ് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യാം. ഇത് ലോകത്ത് എല്ലാവരും ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് വേറെ എന്തെങ്കിലും രീതിയിൽ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓക്കെ നമ്മൾ എന്തോ ഒരു കാര്യം കണ്ടുപിടിക്കണ്ട്, എന്തോ ചെയ്യുന്നുണ്ട്. സോ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ പ്രൊഡക്റ്റ് ആണോ? അതായത് നമ്മൾ ബേസിക് ലെവൽ റിസർച്ച് അവിടെ ചെയ്യും, പിന്നെ അത് നമ്മൾ പ്രൊഡക്റ്റിലോട്ട് എത്തിക്കും. കാരണം അതിന് ശരിയാണ്. ഇപ്പോൾ ഒരു IIT-ലാണെങ്കിലും അവിടെ നമ്മൾ ചെയ്യുന്നത് IIT-യുടെ ഇപ്പോൾ ഒരു പ്രൊഫസറുടെ കീഴിലാണ് നമ്മൾ വർക്ക് ചെയ്യുക, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഇത് റിസർച്ച് ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് IIT, ഇപ്പോൾ നിങ്ങൾ IIT മദ്രാസ് ഒക്കെ ഉണ്ടല്ലോ, ഇന്ത്യയിലെ ടോപ്പ് IIT, അവിടെയൊക്കെ റിസർച്ച് പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് ഫേം പോലെ, അതായത് പകുതി IIT ആയിരിക്കും ഫണ്ട് ചെയ്യുക, പകുതി ഒരു പ്രൈവറ്റ് ആയിട്ട്. അതായത് അതിനകത്ത് ഒരുപാട് കമ്പനികളുണ്ട്, ഒരു CEO ഒക്കെ വെച്ചിട്ട് അവരെന്ത് ചെയ്യും, നമ്മളെ മന്ത്ലി നമുക്കൊരു പ്രൊജക്ട് നമ്മൾ അവരെ അവതരിപ്പിച്ച് കൊടുത്താൽ ചിലപ്പോൾ നമുക്കൊരു വർഷത്തിന് അറൗണ്ട് 20 ലക്ഷം 30 ലക്ഷം ഒക്കെ ഒരു ബേസിക് ഫണ്ട് തരും. 20 ലക്ഷം ഇവാലുവേറ്റ് ചെയ്ത് ഫൈനൽ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് അവർക്ക് ഓക്കെ ആണെങ്കിൽ, ഐ മീൻ പ്രൊഡക്റ്റിലെ നമ്മളെ ഐഡിയ നമ്മൾ ബേസിക് റിസൾട്ട് കാണിച്ചു കൊടുക്കുക, അത് ഓക്കെ ആണെങ്കിൽ അവരത് പ്രൊഡക്റ്റ് ആക്കാനുള്ള പ്രീ ഇൻക്യുബേഷൻ പീരീഡ് അങ്ങനെയൊക്കെ അതിന് പറയാം. അപ്പൊ ബാക്കി പ്രൊഡക്റ്റ് ആക്കാനുള്ള ഫണ്ടിങ് അവർ തരും. അപ്പൊ അങ്ങനെ ഈ കുറെ കാര്യങ്ങളിൽ ഈ കണ്ടെത്തിയ ഒരു കാര്യമാണ് ഈ ഒരു സ്വെറ്റിന്ന് ഗ്ലൂക്കോസ് മോണിറ്റർ ചെയ്യാം. പിന്നെ ഈ ഡ്രഗ്സിന്റെ കണ്ടന്റ്, അത്
ഒരുപാട് ഡ്രഗ്സ് ഉണ്ട്. നമ്മൾ പ്രൊജക്റ്റിന് അവർ പറഞ്ഞ പോലെ ഇപ്പൊ എന്റെ സമയത്ത് ഈ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ഉണ്ട്, ഈ ചികിത്സയുടെ സമയത്ത് ട്രാൻസ്പ്ലാന്റേഷന്റെ സമയത്തൊക്കെ ഉപയോഗിക്കുന്ന ചില ഡ്രഗ്സ് ഉണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ അവർക്കൊരു നമ്മളെന്താ പറയാ സെൻസർ എന്ന് അതിന് പറയാം, സെൻസർ ഡിവൈസ് അത് വേണം എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഉണ്ടാക്കി ഇങ്ങനെ ഇത് പോസിബിലിറ്റി പറഞ്ഞു കൊടുത്തു. പിന്നെ അതായത് ഇതിന്റെ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യും. ടെസ്റ്റുകൾ മീൻസ് ഒരു നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഈ ലീനിയർ അതായത് ഒരുപാട് ടെസ്റ്റ് ചെയ്യണം, എന്നിട്ട് ഇതിന്റെയൊക്കെ വാല്യൂ ഒരു 90% അല്ലെങ്കിൽ 98% അക്യുറേറ്റ് ആയിരിക്കണം ആവറേജ്. അത് പറയാം. അപ്പൊ ഈ ഇത് പറഞ്ഞാൽ സ്വെറ്റുന്ന ഗ്ലൂക്കോസും മറ്റേ ഡ്രഗ്സിന്റെ അതൊന്നും ഇത് MDMA പോലത്തെ പോലീസുകാർക്കൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് ചെക്ക് ചെയ്യാം. ഇപ്പൊ അവരെങ്ങനെയാ ഇപ്പൊ കണ്ടെത്തുന്നത്? ഇപ്പോ ബ്ലഡ് ടെസ്റ്റ് ആണ് മെജോറിറ്റി എല്ലാ ടെസ്റ്റിനും. നമുക്ക് എല്ലാ ടെസ്റ്റ് ഒരുവിധം നമ്മുടെ ബോഡിയിലുള്ള ഏത് കണ്ടന്റ് ആണെങ്കിലും ബ്ലഡ് ടെസ്റ്റ് വഴി മെഡിക്കൽ അവിടുന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വിയറബിൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് ബോഡിയിൽ വെക്കുക, വിയറബിൾ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട്. ഇപ്പൊ നിനക്ക് ഒരു പേഴ്സണൽ ഹെൽത്ത് കെയർ വേണം, നിനക്ക് അതേപോലെ ഒരു ഗ്ലൂക്കോസ് എന്നല്ല നിന്റെ ബോഡിയിലുള്ള എല്ലാ കണ്ടന്റ്സും നിനക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റിയ ഒരു പേഴ്സണൽ ഹെൽത്ത് കെയർ. അത് മാത്രമൊന്നുമല്ല, ഇപ്പോൾ സ്ട്രെസ് ലെവൽ മോണിറ്റർ ചെയ്യാനുള്ള ഞാനിവിടെ ചെക്കിൽ വന്ന സമയത്ത് ചെയ്യാൻ വിചാരിച്ച അതായിരുന്നു. അപ്പം അതെന്തായാലും ചെയ്യാൻ പോകുന്നില്ല. അവിടെ ഞാൻ പ്രപ്പോസ് ചെയ്തത് സ്ട്രെസ്, ഒരാളുടെ സ്ട്രെസ് ചെയ്യാൻ പറ്റും മൊബൈലിൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് യാതൊരു സാധാരണക്കാരനും യൂസ് ചെയ്യാൻ പറ്റും. അത് കുറച്ച് ഹൈ എൻഡിൽ വർക്ക് ചെയ്യാനുണ്ട്. കാരണം അതിന്റെ കൂടെ വെറും ഒരു പാച്ച് മാത്രം വെച്ചാൽ പോരാ, അതിന്റെ കൂടെ നമ്മൾ ഇലക്ട്രോണിക്സ് പാർട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. എന്നാലും ചിപ്പുകൾ പക്ഷെ അത് ചെയ്യുന്നുണ്ട്, നല്ല സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നമ്മുടെ ഫോണിലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫോണിൽ എല്ലാവർക്കും സ്ട്രെസ് നമ്മളപ്പോ എങ്ങനെയാണ് ഏത് ലെവൽ ഹോർമോണിന്റെ ലെവൽ, അതായത് കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് ബോഡിയിലുള്ള. അപ്പൊ അതിന്റെ ലെവല് മാറുന്നതിനനുസരിച്ച് ഇപ്പോ എല്ലാം ഒന്നിന് റിലേറ്റഡാ. ഇപ്പൊ നമ്മൾ രാത്രി കാണുന്നില്ലേ, അത് ഏറ്റവും ലോ ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും. ആ സമയത്ത് കോർട്ടിസോൾ ഏറ്റവും ലോ ആയിരിക്കണം. പിന്നെ മെലാറ്റോണിൻ, അങ്ങനെ ചില ആൾക്കാർ ഡിപ്രഷനും വേണ്ടിയിട്ടൊക്കെ, ഡിപ്രഷൻ അല്ല ഉറങ്ങാൻ വേണ്ടിയിട്ട് മെലാറ്റോണിന്റെ, അതെ, ഓരോ ന്യൂറൽ നമ്മുടെ ബോഡിയിലുള്ള ബയോമാർക്കേഴ്സ് ആണ്, ഹോർമോൺസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ അളവാണ് ഇതിനെ ശരിക്കും റിലേറ്റ് ചെയ്യണത്. അപ്പൊ ഇതിന്റെ അളവ് എത്രത്തോളം ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, അത് ബോഡിയിൽ നിന്ന് കണ്ടെത്തുന്ന വെച്ചാൽ ബാക്കി പ്രോഗ്രാമൊക്കെ ഇവിടെ ഈ സിസ്റ്റം ചെയ്യും. അപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഡാറ്റ എടുത്തിട്ട് നമ്മുടെ ഒരു ലീനിയർ റേഞ്ച് പകുതി ഒരു കാൽക്കുലേഷൻ വരുന്നുണ്ട്. അതൊക്കെ ആപ്പ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ച് ചെയ്യും. എന്നിട്ട് കറക്റ്റ് ഒരു ഇത്ര കോൺസെൻട്രേഷൻ ആണ് അപ്പൊ നിന്റെ ബോഡിയിലുള്ളത്, സോ സ്ട്രെസ് ലെവൽ ഇത്രയാവാം എന്ന രീതിയിൽ അതിന്റെയൊക്കെ ഏറ്റവും അഡ്വാൻസ്ഡ് ലെവൽ എന്ന് പറയുന്നത് AI ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന ഇലക്ട്രോണിക് ചിപ്പിലോട്ട് AI ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് മൊത്തത്തിൽ ആളുടെ മൂഡ് വരെ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അനലൈസ് ചെയ്യാനുള്ള, അതാണ് ഇനി ഫർദർ ഒരു ഫ്യൂച്ചറിലുള്ള റിസർച്ച് ഒക്കെ ഇനി ആ ഒരു ലെവലിലോട്ട്. നമ്മുടെ എല്ലാത്തിലും AI എന്ന് പറയുമ്പോഴും ഈ ഒരു ഇതിലോട്ടും AI വന്നിട്ട് മെഷീൻ ലേണിംഗ് ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ആ രീതിയിൽ അഡ്വാൻസ് ആയിട്ട് റിസർച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ അതാണ് എന്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത്. ആ ഒരു രീതിയിൽ ഒന്നുമില്ല, നമ്മൾ എന്ത് റിസർച്ച് ചെയ്യുന്നു അതൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റുക, ഇംപ്ലിമെന്റ് ആക്കുക. എല്ലാരും റിസർച്ച് ചെയ്യുന്നുണ്ട്, വർക്കുകളും എല്ലാരും ചെയ്യുന്നുണ്ട്. അതൊക്കെ പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ട് അതവിടെ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ വെക്കുകയാണ്. പക്ഷെ നമ്മൾ ഇതിന്റെ അപ്പുറത്തോട്ട് അത് ചെയ്യാം, അത് റിയലൈസ് ചെയ്യാനുള്ള അതിനല്ലേ, അത് അടിപൊളി കാര്യല്ലേ, എന്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. പക്ഷെ ഞാനിപ്പോ ഇപ്പോഴത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമില്, ബിസിനസ് ഐഡിയ എല്ലാവർക്കും ഉണ്ട്, അത് ഷെയർ ചെയ്യണമെന്ന് പ്രശ്നമല്ല. ബട്ട് ഇപ്പോഴത്തെ ജനറേഷനിൽ ഹൗ വി ഇംപ്ലിമെന്റ്, നമ്മളെ എത്രത്തോളം ഡിഫറെന്റ് ആയിട്ട് ഇത് യൂസർ ഫ്രണ്ട്ലി ആയിട്ടും ആൾക്കാരുടെ ലൈഫ് ഈസി ആക്കും, അതിനാണ് കാര്യം. ബിസിനസ് ഐഡിയക്ക് ഇപ്പൊ ഭയങ്കര പ്രാധാന്യം. ബിസിനസ് ഐഡിയ ഇറ്റ്സെൽഫ് വലിയ യൂസ് ഇല്ല, എക്സാക്ട്ലി, അത് ഇംപ്ലിമെന്റ് ചെയ്യണം ഉറപ്പായിട്ട്. ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ സാധ്യതകളാണ്. ഇപ്പൊ നമ്മളിപ്പോ ChatGPT ജസ്റ്റ് എന്ത് അടിച്ചു കൊടുത്താൽ നമുക്ക് എല്ലാം കിട്ടും. ഗൂഗിളിനെക്കാട്ടും കൂടുതൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഐഡിയാസ് കിട്ടും. അപ്പോൾ
ഒരു ഐഡിയ എന്തെങ്കിലും ഇപ്പൊ നമുക്ക് തന്നെ ഗൂഗിളിൽ വേണേ അടിക്കുക, ChatGPT ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് ഐഡിയ പറഞ്ഞുതരും, ബിസിനസ് ഐഡിയ. ബിസിനസ് ഐഡിയ ഇറ്റ്സെൽഫ് ഒരു ഇതുമല്ല, ഇതിന്റെ വേറെ സൈഡ് ഈ പറഞ്ഞ മാതിരി ഇതൊക്കെ റിയലൈസ് ചെയ്തിട്ട് ലോകവും നമ്മളൊരു ഫ്യൂച്ചറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോകണം. അപ്പോഴാണ് അതിന്റെ ഒരു അതിന്റെ ഇത് ഫുള്ള് പൊട്ടൻഷ്യൽ യൂസ് ചെയ്യണം അപ്പോഴാണ്. അപ്പൊ എന്നിട്ട് പക്ഷെ വേറെ സംഭവം എന്താ വെച്ചാൽ ഈ അവിടെ പോയിട്ട് അത് ചെയ്യാൻ ശ്രമിച്ചു. നമ്മുടെ നാട്ടില് നമ്മള് ഇപ്പൊ ടോക്സിസിറ്റി പറയില്ലേ, PhD ചെയ്യണ അതെ, ഒരു വലിയൊരു എന്താ പറയാ വലിയ ഇപ്പൊ ഞാൻ ആ ഒരു സ്റ്റേജിൽ നിന്നാണ് ഇപ്പൊ കടന്നത് നിങ്ങൾ മുന്നിൽ ഇരിക്കുന്നത്. അത് ടോക്സിസിറ്റി എന്ന് പറയുന്നത് വേണ്ട വിചാരിച്ചിട്ട് അല്ലെ, നാട്ടില് വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന ടോക്സിസിറ്റി എന്ന് പറയുന്നത് അതിന് ഇപ്പൊ ഒരു ജീവിച്ചിരിക്കുന്ന എക്സാമ്പിൾ ആണ് ഞാൻ പറയാം. ഇപ്പൊ നാട്ടിലും ഒരിക്കലും IIT ഞാൻ ലീവ് ചെയ്യാൻ കാരണം അവിടെ അതുകൊണ്ട് മോശമായതുകൊണ്ടല്ല. IIT എത്ര വർഷം അവിടെ 1 വർഷം വർക്ക് ചെയ്തു. എന്താണ് എനിക്ക് പേഴ്സണൽ ആയിട്ട് എന്താ എക്സ്പീരിയൻസ്? ഐ മീൻ ലൈക്ക് ഹൗ യു ഫീൽ ദാറ്റ്? അത് ഭയങ്കര, അതായത് നല്ല അടിപൊളി നല്ലൊരു കാലഘട്ടമായിരുന്നു അത് ശരിക്കും പറഞ്ഞാല്. അതായത് ഇന്നിപ്പോ ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഒരു നിമിഷത്തിൽ ആലോചിക്കുന്നുണ്ട് തിരിച്ച് അവിടെ തന്നെ പോയി ജോയിൻ ചെയ്താലോ എന്നുള്ളത്. കാരണം അവിടെ ശരിയാണ്, നമ്മളൊരു PhD ഇങ്ങനെ റിസർച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ഗൈഡ് ഉണ്ടാവും. അയാളാണ് ശരിക്കും പറഞ്ഞാല് നമ്മളെ ഒരു 5 വർഷം മെന്ററായിട്ട്, മെന്ററിന്റെ അപ്പുറത്തോട്ട് എല്ലാ കാര്യങ്ങളിലും പുള്ളിയാണ് നമ്മളെ ഹാൻഡിൽ ചെയ്യാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ 5 വർഷത്തെ ഓരോ ദിവസവും ശരിക്കും ആളെ സ്വഭാവത്തിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ പറയാം. അപ്പോ അവിടെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ സാറാണെങ്കിലും നമ്മളൊരു ഫ്രണ്ടിന്റെ പോലെ തന്നെയായിരുന്നു. നമുക്കും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാം. നമ്മൾ വർക്ക് ചെയ്യും, പക്ഷെ അതിന് അപ്പുറത്തോട്ട് നമുക്ക് ആ ഒരു കിട്ടുന്ന, അതായത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റിയതും ആ ഒരു പ്ലാറ്റ്ഫോം. സാർ മാത്രമല്ല, ആ ഒരു ടീം എന്ന് പറയുന്നത് ഒരു സാറിന്റെ വേറെ 3 PhD സ്റ്റുഡൻസ്, എന്റെ പോലെ റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന 2 പേര്, അങ്ങനെ ഈ ആ ഒരു ടീം ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു സെറ്റ് ആയിട്ടുള്ള ഒരു ടീമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര നല്ലൊരു ഇതായിരുന്നു. പക്ഷെ അപ്പോഴും നമ്മള് സാറാണെങ്കിൽ പറയും എല്ലാം പറയുന്ന പോലെ അബ്രോഡ് വിദേശത്ത് നിന്ന് എന്താണെങ്കിലും നാട്ടില് വാല്യൂ ഉണ്ട് എന്നാണല്ലോ. അതായത് അവിടെ എന്താണെങ്കിലും അവിടെ പുറത്ത് ട്രൈ ചെയ്യുക, എന്നിട്ട് എന്താണെങ്കിലും അതിന് വാല്യൂ ഉണ്ട് എന്നാ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം വിദേശത്തൊന്നുകൂടെ ഇന്ത്യ മോശമാണെന്നല്ല, പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ പൈസ ഒരു ഘടകമാണ്. ഇന്ത്യയിൽ കിട്ടുന്നതിന്റെ ഡബിളോ 3 ഇരട്ടിയോ 2-3 ഇരട്ടിയോളം പൈസ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഒന്നുകൂടെ ഫാസ്റ്റ് ആണ്, സ്മൂത്ത് ആണ് കാര്യങ്ങൾ. പെട്ടെന്ന് ഇന്ത്യയിൽ ഉള്ള പോലെ അങ്ങനെ ലാഗ് ഒന്നുമില്ല. നമ്മൾ കുറെ കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ പെട്ടെന്ന് ചിലപ്പോ ഇന്ത്യയിൽ ചിലപ്പോൾ ഒരു 4 വർഷം 5 വർഷം എടുക്കുന്ന PhD ചിലപ്പോൾ എനിക്ക് ഇവിടെ 3 വർഷം കൊണ്ട് തീർക്കാം. കാരണം ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ കൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് എന്താണ് ഒരുപാട് പിള്ളേർ എന്താ പറയുന്ന വിദേശത്ത് പോയിട്ട് PhD ചെയ്യാന്നുള്ള ഒരു ഇതിലോട്ട് എത്തും. ഇപ്പൊ ഈ എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, നാട്ടിലിപ്പോ എനിക്ക് IIT അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഈ വേറൊരു സ്ഥലത്ത് നോക്കാതെ ഇങ്ങോട്ട് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ചും കൂടി ചിലപ്പോ ഭയങ്കര ബെറ്റർ ആയിട്ടുള്ള അതിനേക്കാളും നല്ലതായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ വന്നതാണ്. പക്ഷെ നമുക്ക് അത്ര നല്ല ഒരു അനുഭവം. അതാണ് ഞാൻ പറയുന്ന ഒരു ഈ ടോക്സിസിറ്റി എന്ന് പറയുന്ന വർക്ക് എൻവയോൺമെന്റിലുള്ള. ഇപ്പൊ ഞാനിവിടെ എത്തി ശരിക്കും എനിക്ക് കിട്ടിയ പ്രൊഫസർ എന്ന് പറയുന്നത് ചെക്ക് റിപ്പബ്ലിക്കിൽ ഒരു വെൽ റിനോഡ് ആയിട്ടുള്ള ഒരാളാണ്. അത്യാവശ്യം നല്ല ഫെയിമാണ്. ഈ ഒരു സയന്റിസ്റ്റുകളുടെ ഇടയിൽ ഈ H-index എന്നൊക്കെ പറയും, അതായത് സൈറ്റേഷനും കാര്യങ്ങളും. ഐ മീൻ ഇവർ ചെയ്യുന്ന വർക്കുകളും സൈറ്റ് ചെയ്ത് അത്യാവശ്യം ഒരു അറിയപ്പെടുന്ന ഒരാളാണ്. ഇപ്പൊ സോ അങ്ങനെ ഒരു ടോക്ക് ഉണ്ട്. അതായത് ഇപ്പോ അത് വേറൊരു സൈഡാണ് റിസർച്ചിന്റെ. അതായത് ഇപ്പൊ നീ ഒരു ബിഗ് ഷോട്ട്, ആ ഒരു ബിഗ് ഷോട്ടിന്റെ ആളാണെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വർക്കുകളൊക്കെ എനിക്ക് നല്ല ജേർണലുകളിൽ പബ്ലിഷ് ചെയ്യാനൊക്കെ ഉള്ള ചാൻസ് കൂടുതൽ. അതൊരു പറയുന്ന പോലെ വേറെ സൈഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നാട്ടിലിരുന്ന സമയത്ത് ഒരു എത്ര നല്ല രീതിയിൽ വർക്ക് ചെയ്താലും അത് ചിലപ്പോൾ നല്ലൊരു ഹൈ ഇമ്പാക്ട് ഫാക്ടർ എന്ന് പറയും, ഇമ്പാക്റ്റ് ഉള്ള ജേർണലുകളിൽ, അത്യാവശ്യം വലിയ ജേർണലുകൾ കൊടുക്കാൻ, സയൻസ് നേച്ചർ എന്നൊക്കെ പറയുന്ന വലിയ ജേർണലുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവരത് റിജക്റ്റ് ആക്കും. ഐ മീൻ അവർ സ്റ്റാൻഡേർഡ് അല്ല, വർക്കിന് അത്ര നല്ലതാണെങ്കിൽ കൂടെ. പക്ഷെ അതിന്റെ ഒപ്പം നീ എഴുതുന്ന ആ ജേർണലിന്റെ ഓതേഴ്സിന്റെ കൂടെ ചിലപ്പോ ഇങ്ങനെ ഏതെങ്കിലും ഒരു ബിഗ് ഷോട്ടിന്റെ പേര് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് പബ്ലിഷ് ആവും. അത് ഒരു സിൽവർ ലൈനിങ്. അതെ, അതുണ്ട്. അപ്പൊ എല്ലാരും പറയും നീ പുള്ളിക്കാരുടെ അടുത്ത് പോ, സുഖമായിട്ട് പേപ്പർ പബ്ലിഷ് ആക്കാം. പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ വേറെ സ്ഥലങ്ങളിൽ PhD കഴിഞ്ഞാല് പോസ്റ്റ് ഡോക്ടറൽ സ്റ്റഡീസിന് വേണമെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റികൾ പോവാം, പുള്ളിയുടെ റെക്കമെൻഡേഷൻ അങ്ങനെയൊക്കെ ഉണ്ട്. ശരിയാണ്, അത് നമുക്ക് നമ്മുടെ കരിയറിനൊരു
ഇത് കിട്ടും, ഒരു പുഷ് കിട്ടും. അത് മൂപ്പർക്കും അറിയാൻ തോന്നുന്നുണ്ടല്ലേ. അതെ, ആ ഒരു ഇത് വെച്ചിട്ടാണ് പുള്ളി ഭീഷണിപ്പെടുത്തുന്നത്. എനിക്കിപ്പോ നിങ്ങളെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്കാണ് എന്നെ ആവശ്യം, അങ്ങനെ തന്നെ പുള്ളി എന്റെ അടുത്ത് പറയും. വന്ന സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാല് കുറച്ച് ഡൗൺ ആയി പോയി. ഞാൻ ഈ ഒരു അടുത്ത കാലത്ത് ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു ഡൗൺ ആയ പോലെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം വന്ന സമയത്ത് തന്നെ പിറ്റത്തെ ദിവസം തന്നെ വന്നിട്ട് 2 പ്രൊപ്പോസൽ എഴുതണം, റിസർച്ച് നീ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അന്ന് പുള്ളി എത്തിയിട്ടില്ല. ആ ഒരു രീതിയിലുള്ള കുറച്ച് പ്രഷർ വന്നു. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ടീം നമ്മളെ റിസർച്ച് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവരും, അതായത് നീ വന്ന് പിറ്റേ ദിവസം തന്നെ ആ ഭീഷണികളാണ് കേൾക്കുന്നത്. മര്യാദക്ക് വർക്ക് എടുത്തില്ലെങ്കിൽ മാർക്കിന് പുള്ളിക്കാരൻ ടെർമിനേറ്റ് ചെയ്യും. സോ അസിസ്റ്റൻസ് അല്ല, അവരും ഈ PhD കഴിഞ്ഞിട്ട് പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് പിന്നെ ആ ലാബിൽ ആരാണോ ആദ്യം വന്നത് അതാണ്. അപ്പൊ ഇവര് വന്നിട്ട് ഡെയിലി വരും, അത് ചെയ്യ് ഇത് ചെയ്യെന്ന് പറഞ്ഞിട്ട് മനുഷ്യനായിട്ട് ഒരു പ്രഷറിലിടുക. അപ്പൊ ഞാനാണെങ്കിൽ ശരിയാണ്, ഞാൻ ഇവിടെ വന്ന് വരുന്നതിന്റെ മുന്നേ പുള്ളിക്കാരനെ പറ്റിയൊരു കുറച്ച് ബാഡ് ഇംപ്രഷൻ എനിക്ക് കേട്ടിരുന്നു. എന്തായാലും പോയി നോക്കാന്നുള്ള ഒരു വിശ്വാസത്തിൽ വന്നതാ. എന്താണെങ്കിലും നമ്മൾ ഫേസ് ചെയ്യും എന്നുള്ള രീതിയിൽ. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ തന്നെ ഇവര് തുടങ്ങി, അതായത് ഒരേ സൈഡിൽ അന്ന് പ്രൊഫസർ എത്തിയിട്ടില്ല, പക്ഷെ പ്രൊഫസർ വരുന്നതിന് മുന്നേ തന്നെ ഇവര് നല്ല രീതിയിൽ പ്രഷർ തരാ. അപ്പൊ ഞാൻ ഒന്ന് ട്രാക്കിലോട്ട് വരുന്നേ ഉള്ളൂ. 3-ാമത്തെ ദിവസം തന്നെ എന്തോ ഞാൻ കൊടുത്ത റിപ്പോർട്ടിലും ഉണ്ടാക്കിയ പ്രസന്റേഷനിലൊക്കെ മോശം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരുപാട് ഷൗട്ട് ചെയ്തു. ഐ മീൻ ഈ ഒരു സീനിയർ പോസ്റ്റൊക്കെ നീ എന്താ ഞങ്ങൾ ടൈമിന് വിലയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനെന്താ ശരിക്കും ഒന്നും പറയാനും വയ്യ, അങ്ങനെ മിണ്ടാതിരുന്നു. അപ്പൊ ദിവസം കൂടുന്തോറും ഇങ്ങനെ ആ ഒരു സ്ഥലത്തോട്ട് ലാബിലോട്ട് പോകാനുള്ള ഒരു ഡിമോട്ടിവേഷൻ ആയി തുടങ്ങി. അങ്ങനെ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പ്രൊഫസറായിട്ടുള്ള മീറ്റിംഗ് വന്നു. പ്രൊഫസർ അത് ഭയങ്കര മോശം അനുഭവമായിരുന്നു. കാരണം ഞാൻ വന്നിട്ട് ശരിക്കും എൻ്റെ ഒരു സെൽഫ് റെസ്പെക്ട് ഒക്കെ പോയ പോലെ തോന്നി. കാരണം ഞാനും ഭയങ്കര കോൺഫിഡൻസും പോയി. ഭയങ്കര ഫസ്റ്റ് മീറ്റിങ്ങിലൂടെ തന്നെ എല്ലാ ഇംപ്രഷനും പോയി. പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ ഗ്രൂപ്പ് കോർഡിനേറ്ററിൽ നിന്ന് മെയിൽ വന്നു, നീ എന്താണ് കഴിഞ്ഞ മീറ്റിംഗിൽ മെയിൽ എനിക്ക് അയച്ചു തന്നീന്ന്. അതായത് ഇയാള് എന്ന് പറഞ്ഞത് അയാള് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ഇതായോണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണത്. അപ്പൊ അയാള് വേറെ ആരും നമുക്ക് ഈ ഒരു റിസർച്ചിനെ സഹായിക്കാൻ നിൽക്കുന്നില്ല. അപ്പൊ അയാളായിട്ട് ഡിസഗ്രിമെന്റ് ഒന്നും പാടില്ല, അയാളെ വെറുപ്പിക്കാൻ പാടില്ല, ഇതൊരു ത്രെറ്റ് ആയിട്ട് കാണരുത്. പക്ഷെ അല്ലെങ്കിൽ നിങ്ങളുടെ ശമ്പളം കുറയ്ക്കും, സ്റ്റൈപ്പൻഡ് കുറയ്ക്കും എന്നൊക്കെ. അതാരും മെസ്സേജ് പറഞ്ഞാൽ അവിടെ യൂണിവേഴ്സിറ്റിയുടെ ഇതിലെ, അതായത് യൂണിവേഴ്സിറ്റിയുടെ അല്ല, നമ്മുടെ റിസർച്ച് ഗ്രൂപ്പിന്റെ കോർഡിനേറ്റർ അതെല്ലായിടത്തും ഉണ്ടാവും. പുള്ളിക്കാരത്തി മീൻ ശരിക്കും ത്രട്ടൻ പോലെ തന്നെയായിരുന്നു. നിങ്ങൾക്ക് സാലറി തരണം ഇവിടെ ഒരു റൂളും ഇല്ല, ഞങ്ങൾ ഇതല്ല, അപ്പൊ തരണോ വേണ്ട ഞങ്ങൾ തീരുമാനിക്കുന്ന രീതിയിലൊക്കെ. നീ ഇതായി കഴിഞ്ഞാൽ സാലറി കട്ടാക്കും, സാലറി മുഴുവൻ തരില്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള സ്വാഭാവിക ഇത് കൂടെ കണ്ടപ്പോഴേക്ക് ഉള്ള ഇതും പോയി. അന്ന് തന്നെ ശരിക്കും റെസിഗ്നേഷൻ കൊടുത്തിട്ട് വന്നാലോ എന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും നാട്ടിൽ നിന്ന് കുറെ പൈസക്ക് ചെലവാക്കി വന്നതാ ഒരു മാസം. എങ്ങനെയാണ് ഞാൻ ഇതിന്റെ ഒരു കാര്യത്തിൽ ഞാൻ ഇന്ററപ്റ്റ് ചെയ്യാണ്. എനിക്ക് നിയാസിനെ നമുക്ക് കുറെ കാലമായിട്ട് അറിയാം. നിയാസ് ഇങ്ങനെ പറയണമെങ്കിൽ പിന്നെ ആദ്യം വിളിച്ച് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഇയാൾ ഇച്ചിരി സീൻ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു, ഇവൻ പറയണമെങ്കിൽ എന്തുണ്ടാവും. കാരണം ഇവൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. നമ്മൾ ഈ +2 +1 കഴിഞ്ഞിരുന്ന സമയത്ത് നിയാസ് നമ്മുടെ നാട്ടിലൊരു സ്ഥലത്ത് റോഡ് സൈഡിൽ തണ്ണിമത്തം വിൽക്കാൻ പോയിട്ടുണ്ടല്ലോ. അപ്പൊ ഇവൻ അങ്ങനെ എഫേർട്ട് എടുക്കാൻ നമ്മളൊന്നും ഒരിക്കലും ചെയ്യില്ല. അങ്ങനെ വെയിലത്ത് ഇരുന്നിട്ട് ഇതിലുള്ള ഫോട്ടോ ഒക്കെ ഉണ്ട്. ഞാൻ എന്നിട്ട് അത് മേക്ക് കാണിച്ചു കൊടുത്തപ്പോ മേഘനോട് ചോദിച്ചു, ഇതിലേതാ വാങ്ങാൻ നിക്കണാണോ അവിടെ നിക്കണാണോ നിയാസ്. അങ്ങനെ അപ്പൊ ഇവര് പണിയെടുക്കാനോ ഹാർഡ് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത ആളാ. അപ്പൊ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും പോയിന്റ് ഉണ്ടെന്ന് എനിക്ക് ആദ്യം മനസ്സിലായിരുന്നു. അപ്പൊ പിന്നെ എന്നിട്ട് ഈ അതിനെപ്പറ്റി പിന്നെയും പറയുമ്പോ ഞാൻ ആലോചിക്കുന്നുണ്ട്, എന്താണത് നമ്മളൊരു മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള റെസ്പെക്റ്റും കൂടി മുമ്പിൽ കൊടുക്കില്ല. പക്ഷെ ഞാൻ എന്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താ വെച്ചാല്, ഇവന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, 2-3 ദിവസം യൂണിവേഴ്സിറ്റി പോയി, ഫസ്റ്റ് തന്നെ എനിക്ക് പ്രഷർ എത്ര. ഇപ്പൊ ഇവനെന്ന് പോട്ടെ, ആരാണെങ്കിൽ ഒരു ഇത്ര PhD ഒക്കെ എടുക്കാൻ വരുമ്പോ അത്ര ഇത്തിരി നോളജ് ഉള്ള ആളും പിന്നെ ഡ്രീം ആയിട്ട് വരുന്ന ആളാണ്. അത്യാവശ്യം ഇതിപ്പോ ഒരു +2 കഴിഞ്ഞ് നമ്മള് വരുന്ന മാതിരിയല്ലോ. അയാൾക്ക് കുറച്ച് അവൻ എക്സ്പീരിയൻസ് ഉണ്ട്, ഇത്ര സ്ഥലത്ത് ഇതാക്കിയിട്ടും വർക്ക് ചെയ്തിട്ടും ഡിഗ്രേഡ് ചെയ്യുന്നു. ഐ മീൻ ഇതൊക്കെ എന്താണ്, ഇതൊന്നും ഞാൻ അംഗീകരിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ. അതൊക്കെ ഓക്കെ, പുള്ളിയുടെ ഒരു ശൈലി ആയിരിക്കും. അങ്ങനെ മൊത്തത്തിൽ ഒരു അതെ, അത് ഇതിപ്പോ കേൾക്കുന്ന ആൾക്കാർക്ക് എത്രത്തോളം അത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല അറിയില്ല. പക്ഷെ ഞാനൊരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്,
നമുക്കൊരു ടോക്സിക് ബോസ് അല്ലെങ്കിൽ ടോക്സിക് മാനേജർ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതിന്റെ തുല്യമാണ്. അതായത് നമ്മൾ ലൈഫിൽ ഒട്ടും ഹാപ്പി ആവില്ല. നമ്മളെപ്പോഴും ഒരു ഹൈറാർക്കി എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും നമ്മുടെ സെൽഫ് റെസ്പെക്ട് പോകും, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല, നമ്മളെപ്പോഴും നമ്മളെ തന്നെ താഴ്ത്തി കാണും. കാരണം അവര് നമ്മോട് ബിഹേവ് ചെയ്യണത് നമ്മുടെ ലൈഫിൽ അത്ര ഇമ്പാക്ട് ചെയ്യും. പിന്നെ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു ദിവസത്തെ ഒരു 8-9 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമല്ലേ. അതെ. അപ്പൊ ഇതിനെ റിലേറ്റഡ് ആവും നമ്മളെ ബാക്കിയുള്ള ദിവസം. അതെ. ഈ പ്രഷർ നമ്മൾ വീട്ടിൽ പോയിട്ട് നമ്മള് വേണ്ടപ്പെട്ട ആളുകളോട് നമ്മൾ ഇതിന്റെ ആഫ്റ്റർ എഫക്ട് നമ്മൾ കാണിക്കും. ചൂടാവും, എന്റെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കും, എന്റെ റിലേഷൻഷിപ്പിനെ ബാധിക്കും, പാരന്റ്സ് റിലേഷനെ ബാധിക്കും, എല്ലാത്തിനും ബാധിക്കും. ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് പല നമ്മളെ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സും ഇപ്പൊ ജോലി കഴിഞ്ഞു 8 മണിക്കൂർ കഴിഞ്ഞാലും അവരത് വിടില്ല, അത് വിടാൻ പറ്റില്ല. അവർക്ക് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് മൈൻഡിൽ ഇങ്ങനെ കിടന്നിട്ട് പറയും, ഓ ഈ സാധനം സബ്മിറ്റ് ചെയ്യണം ഇതുവരെ. അപ്പൊ നമ്മള് ഒരു ലോങ് റണ്ണിൽ നോക്കുകയാണെങ്കിൽ അവരാ 8 മണിക്കൂർ അല്ല വർക്ക് ചെയ്യണത്, അവരൊരാഴ്ചയില് ആ 5 ദിവസവും 24 മണിക്കൂർ വർക്ക് ചെയ്യാണ്. ഇതിനെപ്പറ്റി പ്രഷറായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് എന്തോ ഫോർച്ചുനേറ്റ് ആയിട്ട് എനിക്ക് ഇതുവരെ ഒരു ടോക്സിക് ബോസ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന നമ്മള് ഇപ്പൊ റെസ്റ്റോറൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ചില സ്ഥലത്ത് മാനേജർമാരുണ്ടാവും, പക്ഷെ അവർ ഓരോ ഷിഫ്റ്റിനെ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് വരുമ്പോ തന്നെ നമ്മളോട് ഇങ്ങനെ ഓരോ ബിഹേവിയർ കാണിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. ഈ ഒരു ഗൈഡിന്റെ ഒപ്പം എന്ന് പറഞ്ഞാൽ ഒരു ജേണിയാണ്. 4 വർഷം അയാളൊപ്പം നിൽക്കണം. അപ്പൊ തുടക്കത്തിലേ പഴച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ചെയ്താലും അവർ അക്സെപ്റ്റ് ചെയ്യാതില്ല. നമ്മൾ എത്ര ബെസ്റ്റ്, കാരണം ഈഗോ വരുവാണ്. ഈഗോ തന്നെയാണ് ശരിക്കും. അതായത് ഇപ്പൊ എനിക്കുണ്ടായത്, എന്റെ അടുത്ത് ആ സീനിയർ പോസ്റ്റ് ഡോക്കുകൾ എന്റെ അടുത്ത് പറഞ്ഞത് ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. ആളെ ഫസ്റ്റ് ഇംപ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം സുഖമാണ്. എല്ലാരും പറയുന്ന പോലെ ശരിയാണ്. പുള്ളിക്കും ഫസ്റ്റ് മീറ്റിംഗ് എന്തായാലും ഫ്ലോപ്പ് ആയിരുന്നു. അതായത് എന്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു. സോ ഇനി പുള്ളിക്ക് മാത്രല്ല, അത് നമുക്കും ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പൊ അവിടെ പറയുന്നത് പുള്ളിക്ക് ഒരു വിധേയനായിട്ട് ഞാൻ നിൽക്കണം എന്നുള്ള രീതിയിലാണ്. ഒക്കെ നിൽക്കാം, ശരിയാണ്. പിന്നെ വിധേയനായെന്നല്ല, ശരിയാണ്. പുള്ളിയുടെ നോളജുകൾ നമുക്ക് നമ്മളെ ഈ ഒരു PhD ജേർണിയിൽ ആവശ്യമുണ്ട്. കാരണം വലിയൊരു സയന്റിസ്റ്റ് ആവുമ്പോൾ ശരിയാണ് പുള്ളിയുടെ എക്സ്പീരിയൻസുകൾ തന്നെയാണ് നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുപോവുക. പക്ഷെ അതിനുള്ളതൊന്നും പക്ഷെ പിന്നെ ഈ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, എത്ര ഇതായിട്ടുള്ള ആളാണെങ്കിലും മൂപ്പര് ഇങ്ങനെ ഡിമോട്ടീവ് അല്ലാതെ അനക്കൊരു ഇൻപുട്ടും തരുന്നില്ല. പക്ഷെ ഇതിങ്ങനെ ചെയ്യ നോക്ക്. ഇപ്പൊ നമ്മൾ എത്ര ലെവലത്തേലും ഹമ്പിളായിരുന്നു ഇരിക്കുക എന്നുള്ളൊരു ഇതില്ലേ. പക്ഷെ നിയാസിന്റെ കേസിൽ ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ നാട്ടിലാണെങ്കിൽ ജാതി മതം അതൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാം. കാരണം ബിക്കോസ് ഓഫ് ദിസ് അതൊരു റീസൺ ആണ്. നാട്ടിൽ പല കേട്ടിട്ടുണ്ട്, ഒരുപാടുണ്ട്. അതായത് IITസിലൊക്കെ ഒരുപാട് സൂയിസൈഡുകൾ കേസ്. ഈ ഒരു എനിക്ക് തോന്നുന്നു 4 വർഷം കണ്ടായി IIT മദ്രാസിലൊരു ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുള്ള, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ആ കുട്ടി ഇതുപോലെ സൂയിസൈഡ് ചെയ്ത് കേസ് ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ ഫാമിലി ഇതുപോലെ അത്യാവശ്യം നല്ലൊരു അത്യാവശ്യം നല്ല ഹോൾഡുള്ള ആയതുകൊണ്ടാണ് അത് പബ്ലിക് മീഡിയസ് ഒക്കെ അറിഞ്ഞ്. അത് ഇതേപോലെ എന്തോ പ്രൊഫസേഴ്സ്, ജാതിയാണോ എന്നറിയില്ല, പക്ഷെ അങ്ങനെ എന്തോ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ട് എന്റെ പേര് ഇവിടെ ഭയങ്കര പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ. പിന്നെ ഇന്ത്യയിലാണെങ്കിലും രോഹിത് വെമുല അതൊക്കെ ഭയങ്കര പുള്ളി പറയുന്നുണ്ട്. അത് അപ്പൊ സൂയിസൈഡ് കേസുകളുണ്ട്, ഒരുപാടുണ്ട് ശരിക്കും. അതിന്റെ ഒരു ഇതാണ് എക്സാമ്പിൾ ആണ് സിനിമയില് ജയ മറ്റേ സത്യം, ആ സിനിമയുടെ പേരെന്താ, ജനഗണമനയില് കട്ടോ, ജനഗണമനയില് മറ്റേ സംഭവം ഉണ്ടല്ലോ ടീച്ചറായിട്ട്. ഇപ്പൊ നാട്ടില് ഇപ്പൊ ടോക്സിസിറ്റി നാട്ടിലുണ്ട്. ഇപ്പൊ ഗൈഡുകളുടെ ടോക്സിസിറ്റി പറഞ്ഞില്ലേ നാട്ടില്. ഇപ്പൊ റീസെന്റ് ആയിട്ട് പറയാം, ഈ ഭാരതീയ യൂണിവേഴ്സിറ്റിയിലാന്ന് തോന്നുന്നു. അപ്പൊ ഈ ഒരു PhD സ്റ്റുഡന്റ് അവര് ഗ്രാജുവേഷൻ സെറമണിയുടെ സമയത്ത് ചാൻസലറാണ് ഡിഗ്രി അവാർഡ് ചെയ്യണത്. ഈ ചെക്കൻ ഡിഗ്രി അവാർഡ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കൊരു നിവേദനം കൊടുത്തു. അതിനകത്ത് വ്യക്തമായിട്ട് പുള്ളി ഒരു പെറ്റീഷൻ പോലെ പറയുന്നുണ്ട്, അതായത് ഈ ഒരു വർഷത്തിന്റെ ഇടയിൽ ഞാൻ ഗൈഡിന്റെ കുട്ടീനെ നോക്കാനും ഹൗസ് ഹോൾഡ് കാര്യങ്ങൾ, ഗ്യാസ് കുറ്റി ചുമന്നു എന്നൊക്കെ പറയുന്നത്. ആ ഒരു രീതിയിൽ ഒക്കെ അതായത് ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുന്ന. അത് അവരെ പ്രൊജക്റ്റ് ആയിട്ടോ ഒരു റിമോട്ട് ലെവലും ബന്ധമില്ലാത്തല്ലേ എന്ന് പറയുന്ന സാധനമാണ് ഇത് ചെയ്യുന്നത്. അതാണ് പ്രീതിപ്പെടുത്താനുള്ള വേണ്ടി മുതലെടുക്കുക അവരുടെ. ശരിക്കും പറഞ്ഞാല് ഇതാണ്. ഇപ്പൊ എന്റെ അടുത്തും എനിക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതായത് ഇത് നിന്റെ ആവശ്യമാണ്, നിന്റെ ആവശ്യമാണ് നിനക്ക്. അതപ്പൊ നമ്മൾ അവർക്ക് വിധേയനായിട്ടിരിക്കണം എന്ന് പറയുന്നത്. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം, ഔട്ട് ഓഫ് ദി ബോക്സ് എന്ത് പറഞ്ഞാലും അവർക്ക് അനുസരിച്ച് നിൽക്കണം. അതാണ് ആ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ ഒരു 5 വർഷത്തെ ഓരോ ദിവസവും അവരുടെ മൂഡിനനുസരിച്ച് ഉണ്ടാവും എന്നുള്ള രീതിയിൽ. സോ ഈ ഗൈഡ് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഫാക്ടറാണ്.
പിന്നെ ഇന്റെ ചോദ്യത്തേക്ക് തിരിച്ചു വരട്ടെ. അപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് ജാതി മതം അങ്ങനെ അറിയട്ടെ, പക്ഷെ ഇവിടെ എനിക്ക് എന്താണ് തോന്നുന്നത്, വാട്ട് കുഡ് ബി ദ മേജർ റീസൺ വൈ ഈസ് ഷോയിങ് ലൈക്ക് ദിസ്? അത് റീസൺ എന്ന് പറയുന്നത് പുള്ളിക്ക് ഇതേപോലെ ഒരു ലേബേഴ്സ് വേണം, ഒരുപാട് വർക്ക് നടക്കണം, ആൾക്കൊരു ഹൈറാർക്കി മൈൻഡ് സെറ്റ് ഇല്ലേ. പിന്നെ അവിടെ കൂടുതലായിട്ട് വരുന്നത് ഇന്ത്യക്കാർ. അതാണ് ശരിക്കും ഇത് ഒരു ഇന്ത്യൻ മെന്റാലിറ്റിയാണ്. അതായത് നമ്മുടെ ആൾക്കാർ എത്രയും പണിയെടുക്കും, പൈസ കൊടുത്താൽ പണിയെടുക്കും, ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ നിൽക്കും എന്നുള്ള രീതിയിൽ. അപ്പൊ പുള്ളി ആ ഒരു ഇതാണ്. കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ അവിടെ അങ്ങനെ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചപ്പോഴെന്നല്ല, അവിടെ വേറെ യൂറോപ്യൻ ഫ്രണ്ട്സിന്റെ അടുത്ത് PhD ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരുടെ അടുത്ത് സംസാരിക്കുമ്പോഴും അവർ പറയുന്നത് ഒരിക്കലും ആ ലാബിലൊന്നും യൂറോപ്യൻസ് വരില്ല. കാരണം ഇതല്ല യൂറോപ്യൻ മെന്റാലിറ്റി, ഇത് ശരിക്കും നിങ്ങളുടെ ഏഷ്യൻ മെന്റാലിറ്റിയാണ്. പുള്ളി മുന്നത്തെ കുറച്ച് കാലം എന്തോ സിംഗപ്പൂരിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു മെന്റാലിറ്റി, അതായത് എത്രയും പണി എടുക്കും എന്ന് പറയുന്ന ഒരു അതുകൊണ്ടുള്ളൊരു ബിഹേവിയർ ആവാം. അയാൾക്ക് എന്തെന്ന് വെച്ചാൽ വർക്ക് എടുക്കണം, പിന്നെ ഞാനാണ് ഈ പറഞ്ഞ പോലെ ഹെയർക്ക് ഞാനാണ് ഡൊമിൻ, അങ്ങനെയാണെങ്കിൽ മതി. പക്ഷെ ഞാനൊരു കാര്യം ഇവിടെ ഗെറ്റിംഗ് ബാക്ക് ടു ദ റൂട്ട്, ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടത് എങ്ങനെ, ഐ മീൻ എങ്ങനെ ഇൻഫർമേഷൻ കിട്ടി, ഈ ഒരു ഇത് ചൂസ് ചെയ്യാൻ കാരണം എന്താണ്? അതായത് ഇപ്പൊ ഇതിനു മുമ്പ് അന്വേഷിച്ചിട്ടുണ്ടാവുമല്ലോ ഈ ഒരു ഇയാളായിരിക്കും. അത് ശരിക്കും ഒരു രസമാണ്. ഇപ്പോ യൂണിവേഴ്സിറ്റി അന്വേഷിച്ചിട്ടില്ല, ഈ ഒരു പ്രൊഫസർ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് സജസ്റ്റ് ചെയ്തിരുന്നത്. അവനും കിട്ടിയിരുന്നു ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ അടുത്ത്. പക്ഷെ അവന് വരുന്നതിൻ്റെ കുറച്ച് തൊട്ട് മുന്നേ പുള്ളി ഇച്ചിരി അലമ്പാണ്, ഈ ടോക്സിക് ആണ് എന്നുള്ള രീതിയിൽ അവൻ്റെ ഒരു ഫ്രണ്ട് ഇയാളുടെ സ്റ്റുഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനും നിർത്തി നാട്ടിലോട്ട് വരികയാണ്. പുള്ളി ഭയങ്കര പ്രഷറാണ്, ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല, അപ്പൊ നിങ്ങൾ വരണ്ടെന്ന് എൻ്റെ ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞു. എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു. ഞാനെന്ന് പറഞ്ഞു എന്തായാലും പോയി നോക്കാം, നമ്മളിതൊന്നും അവൻ പോവാതെ തിരിച്ച് നാട്ടിൽ നിന്നു. തിരിച്ചു വിളിച്ചിട്ട് അവൻ പറയും വേറൊരു കേസ് അവനോട് പറഞ്ഞു. അവിടെ ചെങ്ങായി ഉണ്ടായിരുന്നു ഇത്ര വരുമ്പോ പറഞ്ഞു, എടാ ഇപ്പൊ ഇങ്ങനെ ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞാ എന്നിട്ട് മൂപ്പരെന്താ ചെയ്ത് ചോദിച്ചു നോക്കി. അത് വേറെ അത് വേറെ ഒരു സീനിയർ ആളാണ് പുസ്തകക്ക്. പുള്ളി വന്ന സമയത്ത് നീ എല്ലാം ഒക്കെ ആവും, ഒരു 8 മാസം 1 വർഷമൊക്കെ നിന്നാ മതി, പിന്നെ അങ്ങോട്ട് ശീലായിക്കോളും. പുള്ളി നാട്ടിലോട്ട് പോകുന്നതിന്റെ തലേ ദിവസം ഇതുപോലെ എന്തോ 2 ദിവസം മുന്നേ പ്രൊഫസറായിട്ട് ഇതുപോലെ പ്രശ്നം വന്നു. പുള്ളി എൻ്റെ അടുത്ത് ഫസ്റ്റ് എൻ്റെ അടുത്ത് കണ്ടില്ല, എന്ത് നീറ്റായിട്ടാണ് സംസാരിക്കുന്നത്, അതുപോലെ ആയിരിക്കും. അപ്പൊ പിന്നെ എല്ലാം റെഡി ആവുന്ന തലേ ദിവസം പുള്ളിക്കാരൻ്റെ അടുത്ത് എന്തോ പ്രശ്നം ഉണ്ടായി. പുള്ളി പറഞ്ഞു ഞാൻ വരില്ല, വേറെ എവിടെയെങ്കിലും നോക്കാം, അയാൾക്ക് ഭ്രാന്താ. പുള്ളി നാട്ടിലോട്ട് ലീവിന് പോയതാണ്, പക്ഷെ ഞാൻ തിരിച്ചു വരത്തില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞു പോയത്. സോ അപ്പൊ എനിക്ക് ഒരു വർക്ക് ടോക്സിസിറ്റി പറയാനുണ്ട്. അപ്പോ ഞാന് ഇവിടുത്തെ ഫസ്റ്റ് ജോബിന് കയറിയ സമയത്ത് ഒരു ഇന്ത്യൻ കമ്പനി ആയിരുന്നു, ടെമ്പററി വർക്ക് കോൺട്രാക്ട് ഒക്കെ ആയിരുന്നു. അപ്പൊ നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഒരു ബഡിയെ തരുമല്ലോ, അതായത് ട്രെയിൻ ചെയ്യാനും ഡെയിലി വർക്കിന്റെ കാര്യങ്ങളൊക്കെ പറയാനൊക്കെ. പോകെ ആള് ഞാന് വർക്ക് കഴിഞ്ഞിട്ടും ഞാൻ ആളോട് ചാറ്റ് ചെയ്യാതിരുന്നു എന്ന് വെച്ചാൽ ആള് നെക്സ്റ്റ് ഡേ എന്നെ ഹെൽപ്പ് ചെയ്യില്ലായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് മുതലെടുക്കുക. അതായത് ആള് നെക്സ്റ്റ് ഡേ എനിക്ക് എന്തെങ്കിലും വർക്ക് വന്നു വെച്ചാൽ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്, ആളവിടെ ഹെൽപ്പ് ചെയ്യാനും ഒന്നിനും ഉണ്ടാവില്ല. പിന്നെ അതുമല്ലാതെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം, അതായത് ഓരോരോ പ്രൊജക്ടിന് ഓരോരോ മാനേജറാ. അപ്പൊ എനിക്ക് വേറെ പുതിയ പ്രൊജക്ട് കിട്ടിയപ്പോ അതിലൊരു മാനേജർ എനിക്ക് ടെലിഗ്രാമിൽ മെസ്സേജ് അയച്ചു. എന്താണ് സാധാരണയായിട്ട് ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്യില്ല, കൈൻഡ് ഓഫ് മെസ്സേജ് അയച്ചു. ഞാൻ പോളണ്ടിക്ക് വരുമ്പോ എനിക്കത് കാണണം, അതാണ് ഇതാണ് പറഞ്ഞു. ആള് ഓരോന്നോരോന്നായിട്ട് പോവാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ടോക്ക് ഇഷ്ടാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആള് നിർത്തുന്നിട്ട് ഡിലീറ്റ് ചെയ്യാം, മെസ്സേജ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് എനിക്ക് കാണിച്ചു തന്നൊക്കെ പറഞ്ഞ ആള് ടെൻഷനായി. വേറെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് വീഡിയോസ് കാണേ. ഇപ്പൊ ഒരു ഭയങ്കര വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഈ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു കമ്പനീന്റെ ഒരു ചങ്ങായി നമുക്ക് ഹാഡിൽസ് ഉണ്ടാവില്ല, അതില് പച്ച തെറി വിളിക്കുന്നത്. എന്ത് എങ്ങനെയാ നിങ്ങൾ ചെയ്യണത്? അതിലത്തെ സ്ക്രീൻ റെക്കോർഡ് ഒരു ബോസ് പറയാ, തെറി പറയാ ഹിന്ദിയില്, ഇതൊക്കെ ഫുള്ള് തെറിയാറുണ്ട്. ഇതെന്ത് തേങ്ങയാണ്, ഇങ്ങനെയൊന്നും പറ്റൂല. ഒരു മീറ്റിംഗ് ആണത്, എന്താണത്. പിന്നെ വേറെ കാണാൻ മേഘ ജോലി ചെയ്യണ കമ്പനിയിലെ ഒരു മീറ്റിംഗ് ഉണ്ടാവും, അതിൽ ഫുള്ള് ഇന്ത്യയിലുള്ള ആൾക്കാരാ. അതിൽ വൈകിട്ടതാ ഫുള്ള് കച്ചറ. നമ്മുടെ കോളൊക്കെ പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടൊരു ഇതില്, അതായത് തുടങ്ങും, ഒരു ടീം ലീഡർ സംസാരിക്കും, ക്വസ്റ്റ്യൻസ് ഉണ്ടോ, ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടല്ലേ. ഇത് ഇവന്റെ മീറ്റിംഗ് കാണാൻ അങ്ങനെ ഇതല്ലേ ചെയ്യണ്ട്, ഇന്നോടാ പറയണത് ഇതെങ്ങനെയല്ല അങ്ങനെയാണ്.
അല്ലാണ്ട് അതിലും ലൈക്ക് നല്ല ആൾക്കാരുണ്ട്, അവിടെ നാട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അത് നന്നായി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലാണ്ട് വേറെ കുറെ ആൾക്കാരുണ്ട്. അതായത് അവർ ഇന്ത്യക്കാരാണ്, പക്ഷെ വർക്ക് ചെയ്യുന്ന കാനഡ അവിടെ എവിടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലത്തായിരിക്കും, പക്ഷെ സ്വഭാവം ഉണ്ടല്ലോ. ഇത് വരുന്നത് എനിക്ക് തോന്നുന്നത് ഞാൻ കൊറേ കേട്ടിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സ് പറയണത്, നാട്ടില് അവര് ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള തൊട്ട് മുകളിലുള്ള മാനേജർമാരിപ്പോ ഒന്നും വേണ്ട മെക്ഡൊണാൾഡ്സിൽ വർക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ മെക്ഡൊണാൾഡ്സിൽ വർക്ക് ചെയ്യുമ്പോൾ അവരെ മാനേജർ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും നമ്മുടെ മുകളിലായിട്ട് നമുക്ക് നമ്മുടെ പുറത്ത് ഒരു അതോറിറ്റി ഉണ്ടാവില്ല അവർക്ക്. നമ്മൾ ചെയ്യേണ്ട ജോലി ഒരു കാര്യമാണ്, അവരിപ്പോൾ എന്തെങ്കിലും പറയാൻ എക്സ്ട്രാ വേണമെങ്കിൽ ചെയ്യാന്നുള്ളൂ. പക്ഷെ നാട്ടില് മെക്ഡൊണാൾഡ്സിൽ പാർട്ട് ടൈമിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഒരുത്തന്നോട് പറഞ്ഞിട്ട് അവിടുത്തെ മാനേജർ വിചാരിച്ചെങ്ങനെ ഇതാണ് ബോസാണെന്നാണ്, ഓനാണ് മറ്റേ മുത്തശ്ശന്റെ മോനാണ് മെക്ഡൊണാൾഡ്സിന്റെ തോന്നുന്നത്. അങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുക. ഒരു മാനേജർ എന്നുള്ള പൊസിഷൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇവരൊക്കെ ഭരിച്ചോളണം, അങ്ങനെ ഒരു തോട്ടുണ്ട്. ഹൈറാർക്കി ഭയങ്കര ഇതാണ്. ഇങ്ങക്ക് തോന്നണത് ഏത് രാജ്യത്താണ് ഏറ്റവും ടോക്സിക് വർക്ക് പ്ലേസ് ഉള്ളതെന്നാണ്? ഇന്ത്യ ആണോ? എന്തായാലും ഏഷ്യൻ കൺട്രീസ് ആണ്. ഏഷ്യൻ കൺട്രീസ് ആവും. ഞാൻ പറയാം അതിലുണ്ടോ എന്നുള്ളത്. ഞാൻ കൊറിയ, സൗത്ത് കൊറിയ സെക്കൻഡ് ആണ്. കാരണം അവിടെ ഭയങ്കര ഹൈ പ്രഷറാണ്, സമയം ഭയങ്കര ടൈം ഓറിയന്റഡ് ആയിട്ടുള്ളതാണെന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യ ഉണ്ട്, ഇന്ത്യ 5ാം പൊസിഷനിലാണ്. പിന്നെ ജപ്പാനാണ് നമ്പർ 1. അത് പക്ഷെ ഇതാണ് തോന്നുന്നുണ്ട്. കാരണം നോക്കിയ കുഞ്ഞു രാജ്യമായിട്ട് ഇപ്പൊ എത്ര അതിനെക്കാട്ടും പോപ്പുലേഷനും ഇതൊക്കെ ഉള്ള രാജ്യത്തിനെ ഒക്കെ GDP-യിലൊക്കെ ഓവർടേക്ക് ചെയ്യുന്ന രാജ്യമാണ് ജപ്പാൻ. അവരുടെ ടെക്നോളജി ഇതൊക്കെ അത്ര ഇതാണ്. അപ്പൊ അത് ഇറ്റ് കംസ് വിത്ത് എ കോസ്റ്റ്. അവിടെ അത്ര വർക്കിംഗ് അത്ര ടോക്സിക് ആണ്. പിന്നെ ഏതാ ഇപ്പൊ നമുക്ക് ജപ്പാൻ വന്നു, കൊറിയ പറഞ്ഞു, ഇന്ത്യ 5ാമത്, അത് കഴിഞ്ഞ് പിന്നെ 4ാമതാരാ? ഇന്ത്യയുടെ മുകളിൽ ഒരാളുണ്ട്, ചൈന ഉണ്ട് 3ാമതാണ്. ചൈനയും പക്ഷെ എനിക്ക് ചൈനയും ഭയങ്കര ടെക്നോളജിക്കലി ഇവര് പ്രോഗ്രസീവായി മുന്നിക്ക് പോണ രാജ്യമാണ്. പക്ഷെ ചൈനന്റെയും ഇന്ത്യന്റെയും ഇടയിൽ 4ാമതൊരാളുണ്ട്. ആരാവും ഗസ് ചെയ്യ്? ഏഷ്യൻ കൺട്രി അല്ല. ക്ലൂ ഏഷ്യൻ കൺട്രി എന്നാലും പറ. പിന്നെ മേഘ ആരാ നോക്കിയില്ലേ? US ആണ്. US ആണ് 4ാമത്, ഇന്ത്യയുടെയും മുകളിലാണ്. അവിടുത്തെ നമ്മള് കണ്ടിട്ടുണ്ടോ, അവിടെയും ഭയങ്കര പ്രശ്നമാണ് കേട്ടോ ഇതിന്റെ രീതിയില് വർക്കിന്റെ കാര്യങ്ങൾക്കൊക്കെ. പിന്നെ അതാ അപ്പൊ ഇതാണ് ടോപ്പ് 5: ജപ്പാൻ, സൗത്ത് കൊറിയ, ചൈന, US, ഇന്ത്യ. ഇവര് 5 ഏറ്റവും ടോക്സിക് ആയിട്ടുള്ളത്. അതിൽ ഈ പറഞ്ഞ ചെക്ക് റിപ്പബ്ലിക് ഇല്ല. പിന്നെ എന്ത് കണ്ടിട്ടാണ് യൂറോപ്പിൽ ഒറ്റ രാജ്യമില്ല അതില്. ഇവിടെ എത്തിയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ഉണ്ട് ഒരുപാട്, ഫ്രാൻസിലുണ്ട്, ജർമ്മനിയിലുണ്ട്. ഇപ്പൊ ഇവരുടെ അടുത്തൊക്കെ ഞാൻ കൺസേൺ പറയും, ഇതല്ല യൂറോപ്പ്, ഈ ടെൻഷൻ ആവില്ലേ, നമുക്ക് ഇതേപോലെ വേറെ സ്ഥലങ്ങളിലോട്ട് കൊടുക്ക്. പിന്നെ ഓഫല ചോദിച്ച പോലെ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടതെന്നുണ്ട്. ആ ഒരു സമയത്ത് എന്ത് ചെയ്യും, നമ്മള് ഒരു യൂണിവേഴ്സിറ്റി എടുക്കും. പ്രത്യേകിച്ച് യൂറോപ്പാണ് ഞാൻ കൂടുതലായി നോക്കിയിരുന്നത്. പക്ഷെ നിങ്ങളുണ്ട്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. എന്തായാലും അപ്പൊ നമുക്കൊരു ഈ മൊബിലിറ്റി എന്ന് പറഞ്ഞ സാധനം ഇടയ്ക്ക് എല്ലാവരും കൂടാനും ഒക്കെ. അതുകൊണ്ട് ഞാൻ യൂറോപ്പ് തന്നെ ആയിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത്. അപ്പൊ ഇതേപോലെ പ്രൊഫസേഴ്സ് എടുക്കും, മെയിൽ അയക്കും, എനിക്കിങ്ങനെ താല്പര്യമുണ്ട്, കല്യാണം കഴിക്കാൻ താല്പര്യമാണ്, അതുപോലെ എനിക്ക് PhD ചെയ്യാൻ താല്പര്യമുണ്ട്. അതില് ഒരു 200 കണക്കുണ്ടാവില്ല ശരിക്കും. ഒരു വർഷത്തിന്റെ ഇടയിൽ 200 ഒന്നും ആവില്ല, അതിനേക്കാളും മെയിൽ അയച്ചിട്ടുണ്ടാവും. അതിന് വളരെ 200-ൽ ഒരു 10-15 പേരെ റെസ്പോണ്ട് ചെയ്യലുള്ളൂ. അങ്ങനെ കിട്ടിയ ഒരാളാണ് ഇയാൾ. പിന്നെ ഇതിന്റെ കൂടെ പാരലലി വേറെ സ്ഥലങ്ങളൊക്കെ കൊടുത്തിരുന്നു, പക്ഷെ എവിടെയും കിട്ടാത്തതുകൊണ്ടും കൂടെയാണ് അവിടെ വന്നത്, ഇല്ലാന്ന് പറയുന്നില്ല. പിന്നെ അതാണുള്ളത്. പിന്നെ ഈ പറയുന്ന പോലെ പുള്ളി എല്ലാരും പറയുന്നത് പുള്ളി ഈ ഒരു ബിഗ് ഷോട്ടാണ്, നീ ചെല്ല്, അങ്ങനെയൊക്കെയാണ് ഇങ്ങോട്ട് എത്തിപ്പെട്ടത്. ഇപ്പോൾ ഈ ഏഷ്യയുടെ കേസ് ഞാനും സൗത്ത് കൊറിയ എന്ന് പറയാൻ കാരണം ഞാൻ അവിടെ ഇതുപോലെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു രാവിലെ 8 മണിക്ക് ലാബിൽ വരണം, പിന്നെ വൈകിട്ട് ഡിന്നർ കഴിഞ്ഞാൽ ലാബിൽ വരണം, അറൗണ്ട് ഒരു 8-9 മണി വരെ ലാബിൽ ഇരിക്കണം. അപ്പോൾ ഇതിന് തന്നെ ഡിമോട്ടിവേറ്റ് ആയി, ഇതെന്തിനാണ് ഇങ്ങനെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് സാറ്റർഡേ ഉണ്ടാവും, സൺഡേ ചില സമയങ്ങൾ വരേണ്ടി വരും എന്ന് പറഞ്ഞു. അതോടുകൂടി ഓക്കെ ഞാനില്ല, ഓൾറെഡി എന്നാൽ പിന്നെ കുഴപ്പമില്ല, നല്ല സാലറി ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പാക്കേജ് തരികയാണെങ്കിൽ ഓക്കെ, എന്തായാലും വർക്ക് എടുക്കുന്നതിന് അതും കൂടെ ഉണ്ട്. ഇതും ഇല്ല, സാലറി ഇല്ല, പിന്നെ ഇപ്പം എന്തിനാണ് ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ. അതാണ് ഞാൻ സൗത്ത് കൊറിയ എന്ന് പറയാൻ കാരണം. ജപ്പാനിൽ ഇതുപോലെ കേട്ടിട്ടുണ്ട് ഫ്രണ്ട്സ്, ഈ അത്രയും ടോക്സിക് ആയിട്ട്. മീൻ അവർ ടൈം നമ്മളെ പോലെയല്ല,
ഇതിന്റെയൊക്കെ ഒരു അതാണ് ഏഷ്യ എന്ന് പറയുന്നത്. ഏഷ്യയിൽ ഇതിങ്ങനെ അവിടെയൊക്കെ പരിണമിച്ചുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു സ്വഭാവം. എന്ത് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ടോക്സിക് വർക്ക് കൾച്ചർ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മളെ വർക്ക് പ്രഷർ കാരണം ഞാൻ ഓർക്കുന്ന ഇതൊക്കെ പെട്ടെന്ന് ഓർക്കുന്ന അതല്ല ഞാൻ മാക്ഡൊണാൾഡ്സ് വിട് ഇത് അപ്പൊ റീസെന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പൊ ഇതല്ല ഇതിന് മുമ്പ് വർക്ക് ചെയ്തത്. അതായത് തുടക്കകാലത്ത് നമ്മള് പ്രോസസ്സൊക്കെ പഠിച്ചു വരുന്ന ടൈമില്. അപ്പോ ഓർക്കത്തിന് ഞാൻ ആലോചിക്കുന്നുണ്ട് ആ ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്തില്ലല്ലോ, ക്യൂസിക്ക് അയച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ചിന്ത ഉണ്ടല്ലോ, ആ ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്തില്ല, ഞാൻ അത് നാളെ പോയിട്ട് അറ്റാച്ച് ചെയ്യണം. പക്ഷെ അവിടെ പോയി നോക്കുമ്പോ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. വെറുതെ ഒരു അൺനെസസറി അൺകോൺഷ്യസ്ലി നമ്മള് ശരിക്കും ചില കാര്യങ്ങൾ ഞാൻ ആലോചിക്കുന്നത് എന്റെ ജോലിയാണ് നമ്മൾ അൺനെസസറി ആയിട്ട് ഭയങ്കര പ്രഷർ അനുഭവിക്കില്ലേ ജോലികളില്. അതായത് നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ എന്തോ ഒരു നമ്മളെല്ലാം ചെയ്തിട്ടുണ്ടാവും, ഗൈഡ് ലൈൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അൺനെസസറി ആയിട്ട് ഒരു പ്രഷർ അനുഭവിക്കുന്നതായിട്ട് തോന്നിയില്ലേ ഇങ്ങനത്തെ ജോലികളിലൊക്കെ വർക്ക് ചെയ്യുമ്പോ? എന്താ എന്റെ അഭിപ്രായം? അൺനെസസറി ആയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഇതൊക്കെ ഞാനിപ്പോ ഓവർ തിങ്ക് ചെയ്യണോണ്ടാവും ചിലപ്പോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ക്വാളിറ്റി അത്ര ഇമ്പോർട്ടന്റ് നമ്മൾ കൊടുക്കുന്നുണ്ടാവും. അതായത് ക്വാളിറ്റി ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും എഫക്ട് ചെയ്യും, കോൺട്രാക്ട് എഫക്ട് ചെയ്യും. ഞാൻ എവിടെ വായിച്ചു അങ്ങനെ ക്വാളിറ്റി കുറഞ്ഞു വെച്ചിട്ട് നമ്മളെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല എന്നോ? അല്ല, അത് ഇപ്പൊ ഒരു നമ്മളൊരു കമ്പനിയിൽ ഹയർ ചെയ്യുമ്പോൾ അവർക്ക് ആകെ ഒരു നമ്മളെ മെഷർ ചെയ്യാൻ പറ്റിയ സാധനമാണ് ക്വാളിറ്റി. ഹൗ മച്ച് ക്വാളിറ്റി വർക്ക് പുട്ട് ടു ദ കമ്പനി. അപ്പോ ഫയർ ചെയ്യാൻ പറ്റും ചിലപ്പോൾ ചിലവർ. പക്ഷെ നമ്മളെ ഫീൽഡിൽ നമ്മൾ ഈ ബാങ്കിങ് ഫീൽഡിൽ ക്വാളിറ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ്. കുറഞ്ഞ ഫയർ ചെയ്യും. ക്വാളിറ്റി കുറഞ്ഞു പറഞ്ഞാൽ എന്താ, നമ്മൾ വി ആർ നോട്ട് ഹാപ്പി ഫോർ ദാറ്റ് ജോബ്, റൈറ്റ്? അതാണ്. അപ്പൊ നമ്മള് ടോക്സിസിറ്റിനെ ഒരുപാട് പറ്റി സംസാരിച്ചു. പിന്നെ നമുക്ക് എങ്ങനെയാ പരിചയം എന്നുള്ളത്, നമ്മള് +2 കാലഘട്ടം നല്ല രസമുള്ള കാലഘട്ടം ഇതില് ലൈഫില് മറക്കാൻ പറ്റാത്ത യാതൊരുവിധ ടെൻഷനും ഇല്ലാത്ത സുവർണ്ണകാലം. നമ്മളിപ്പോ ഈ പ്രഷറും ഇതിനെ പറ്റിയൊക്കെ പറയണത് അന്നത്തെ അവസ്ഥ നോക്ക്. അന്ന് ഏത് സിനിമക്ക് ഉച്ചക്ക് പോകും, ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് സിനിമക്ക് പോവുക, എന്തൊക്കെയാ പരിപാടികൾ. ഇന്നൊരുവട്ടം പിടിച്ചിട്ടുണ്ട്, അതല്ലൊരു ഓർമ്മയാണ്. ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് സിനിമക്ക് സ്പെഷ്യൽ ക്ലാസ്സിൽ നിന്ന് പോയ സമയത്ത് എന്റെ അച്ഛനും അമ്മയും എന്തോ ആവശ്യത്തിന് സ്കൂളിൽ വന്നപ്പോ ഞാൻ ക്ലാസ്സിൽ നിന്ന് ആരോ വിളിച്ചിട്ട് ഞാൻ സിനിമക്ക് ലൈൻ നിക്കുക, ഇങ്ങോട്ട് വാ ഇവിടെ അച്ഛനും അമ്മയും വന്നിട്ട് പറയുമ്പോ വണ്ടി ഞങ്ങള് സ്കൂട്ടറൊക്കെ എടുത്ത് വീണേ ടെൻഷനിൽ നിലത്തെ കൊരതി. പക്ഷെ എന്തോ അടിപൊളി കാലഘട്ടം. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ടീച്ചറെ വന്നിട്ട് പേരൊന്നും പറയണ്ട, ഒരു ടീച്ചർ വന്നിട്ട് എനിക്ക് നല്ല പുറത്ത് നമ്മളങ്ങനെ അയാൾ തപര പോലെ അത് ടോക്സിക്കാണ്. ഒരു കുട്ടിയെ തല്ലാനുള്ള അവകാശം കൂടെ വന്നെടുത്തൻ ചതിച്ചു. മെല്ലെ ഒരുത്തൻ എന്നെ സഹായിച്ചു, വീട്ടിൽ ഇവര് വന്നിട്ട് പറഞ്ഞിട്ട് ഒരുത്തൻ മെല്ലെ ക്ലാസ് കയറിയിരുന്നു ഞങ്ങള് കയറിയ സമയത്ത്. വേറെന്താ പിന്നെ എനിക്ക് വോയിസില് മറക്കാനാവാത്ത അനുഭവം നമ്മളെ ബാച്ചില് ഫ്രഷേഴ്സ് ഡേക്ക് പാടി. അത് ഞാൻ എന്നാ ആലോചിച്ചാൽ നമ്മളിപ്പോ അടുത്തൊരു പാട്ട് പാടിയില്ലേ നമ്മള് ഇന്റെ വാർത്തയൊക്കെ. അല്ല, അവിടെ ശരിക്കും എല്ലാ ദിവസവും രസം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മള് ഈ കമ്പ്യൂട്ടർ സയൻസ് അതിനെക്കൊണ്ട് ആകെ 58 ബോയ്സും നമ്മള് നോട്ടപ്പുള്ളികളാ. 58 ബോയ്സ് 2 പെൺകുട്ടികളെ 58 ബോയ്സും. ഒന്ന് ആലോചിച്ചൊക്കെ അതിന്റെ അവസ്ഥ. 60 കുട്ടികളാണ് സമയത്ത് നമ്മള് നോട്ടപ്പുള്ളികളാണ്. അതുകൊണ്ടാണ് പ്രിൻസിപ്പൾക്ക് എപ്പോഴും നോക്കാൻ വേണ്ടിട്ട് നമ്മളെ +2 കൂടെ കൊണ്ടിട്ടത്. നമ്മളെ ബാച്ചിൽ നിന്ന് നമ്മള് പിരിച്ചു പിറകത്തെ ബിൽഡിങ്. എന്നിട്ട് വന്നിട്ട് എപ്പോഴും നമ്മള് ഓണ ചില സമയത്ത് കണ്ടിട്ടുണ്ടോ ഡോറിന്റെ അവിടെ ഉണ്ടാവും പ്രിൻസിപ്പൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. നമ്മള് ഫുൾ നമ്മളെ വരില്ല. പിന്നെ അതുപോലെ ആ ഇടക്ക് ജനൽ, അതായത് രസം എന്താന്ന് വെച്ചാല് ബാഗ് എടുത്തിട്ട് ജനലിന്റെ അപ്പുറത്തോട്ട് ഇടും, മധുര ചാടാൻ നിക്കുക, മധുര ചാടി അപ്പുറത്ത് പോവും. പക്ഷെ ചില ദിവസങ്ങളിൽ അന്ന് നിങ്ങൾ പൊയ്ക്കോളേന്ന് പറഞ്ഞിട്ട് വിടും. അവിടെ അന്ന് നമ്മുടെ സ്കൂൾ ക്ലാസ് റൂമിന്റെ ബാക്കില് ഒരു വാഴത്തോട്ടം, അതിന്റെ ഇടയിൽ കൂടെ പുറത്തേക്കാണ് ചാടാ ടൗണിക്ക്. അപ്പൊ അവിടെ മതില് ചില ഭാഗം പൊളിഞ്ഞിരിക്കുകയാണ്. ഒരു നേരം മുന്നിൽ ചാടിയടാ. എന്നിട്ട് ഇതിൽ കൂടെ ഞാൻ പോകുമ്പോ ചിലപ്പോ ക്ലാസ് കൂടെ ഒക്കെ നോക്കുമ്പോ കാണാൻ ഭാഗത്തോട്ടത്ത് കൂടെ ഓരോ ആൾക്കാർ ഇങ്ങനെ പോകുന്നു. പക്ഷെ വല്ലാത്തൊരു അനുഭവം. കുറെ ഇൻട്രസ്റ്റിംഗ് ആൾക്കാരെ കാണാൻ. പ്രത്യേകിച്ച് ഞാന് 10 വരെ CBSE പഠിച്ച്. അതെ, ട്രാൻസ്ഫോർമേഷൻ ടു CBSE ഗവൺമെന്റ് സ്കൂൾ. അത് ഭയങ്കര വൈബ് ഓഫ് ഫ്രീഡം. ഇത് ശരിക്കും അത് ഈ നേരത്തെ പോണത് നമുക്ക് മാത്രം പ്രിൻസിപ്പൾ തന്ന ഒരു അലവൻസ് ആണെന്ന് പിന്നെയാണ് മനസ്സിലായത്. കാരണം നമ്മളെന്ത് ചെയ്യും, മിസ് ലാസ്റ്റ് അവർ ക്ലാസ്സിൽ അറിയുമ്പോ
നിങ്ങൾ പോയിക്കോളി എന്ന് പറയില്ല. ഇതേപോലെ നമ്മുടെ ജൂനിയേഴ്സിന്റെ അടുത്ത് പറഞ്ഞു, ജൂനിയേഴ്സ് ഇതേപോലെ പോയി ചോദിച്ചു, ഇവിടെ അങ്ങനെ റൂളൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും നമ്മൾ അവിടെ നിന്നിട്ട് കച്ചറ ഉണ്ടാക്കണ്ട, വെറുതെ ഒച്ചയും വിളി ഉണ്ടാക്കിയിട്ട് പോവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പോവാൻ പറയുമ്പോ വല്ല ഒച്ചയും വിളിയൊക്കെ ഉണ്ടായിട്ട് പോകും നമ്മള്, എന്തോ കിട്ടിയ മാതിരി. അനദർ ബ്യൂട്ടിഫുൾ മെമ്മറി ഇതാണ് നമ്മളെ ലഞ്ച് ബ്രേക്കിന് ബിരിയാണിയും അല്ലെങ്കിൽ നെയ്ച്ചോറും പീസും കഴിക്കാൻ പോണത്. എല്ലാരും നമ്മുടെ സ്കൂൾ എന്ന് പറഞ്ഞാൽ ടൗണിന്റെ സെന്ററിലാണ്. അപ്പൊ അപ്പുറത്ത് റെസ്റ്റോറന്റുകളും ഇഷ്ടംമാരിയാ. ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പോകും എന്നും ഇങ്ങനെ എവിടെ സ്ഥലത്താവും. ഒരു 10-15 ആൾക്കാർ ഒറ്റയടിക്കുക ഓരോ റെസ്റ്റോറന്റിൽ. എന്താ അടിപൊളി ഓർമ്മകളായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ അന്നൊന്നും ഒരു പ്രശ്നമേ ഇല്ല, ഒന്നും ഒരു പ്രശ്നമില്ല. അന്ന് ആകെ പ്രശ്നം 2 ഗഫൂർ സാർ. ഇപ്പൊ എത്ര ആണെങ്കിൽ ഒരു ദിവസം ആണെങ്കിൽ വിഷയമല്ല. അതൊക്കെയാണ് പ്രശ്നം ഇപ്പൊ ഉണ്ടെങ്കില്. അതൊക്കെ ഇപ്പൊ അന്ന് ചെയ്തോണ്ട് ഇപ്പൊ എന്ത് പറയാനായത്. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാ ഇപ്പൊ അനക്ക് എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? ഇപ്പം ഈ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട് നാട്ടിൽ വരുമ്പോ കാണും, പക്ഷെ ഇങ്ങനെ സംസാരിച്ചിട്ട് കുറെ കാലമായില്ലേ. അപ്പൊ ഞങ്ങക്ക് രണ്ടാൾക്കും എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? മാറ്റം എന്ന് പറയാനൊന്നുമില്ല. അത് ശരിയാണ്, നമുക്ക് ലൈഫിൽ ഉത്തരവാദിത്തങ്ങളും ജോലിയൊക്കെ വരുമ്പോ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഇതുണ്ടാവും. പക്ഷെ നമ്മളാ സംസാരിക്കുന്ന ആ ഒരു വേവ് ലെങ്ത് അല്ലെങ്കിൽ ആ ഒരു പഴയ സാധനം അതൊരിക്കലും ഇപ്പൊ നമ്മൾ ഒരുപാട് ചിരിച്ചല്ലോ ഇപ്പൊ ഈ ഒരു കുറച്ചൊരു ചെറിയ മിനിറ്റുകൾ, അതന്നെ അത് ഇപ്പോഴും ഉണ്ട്. അപ്പൊ മാറിയിട്ടൊന്നുമില്ല. അതന്നെ നമുക്ക് എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങള്. ഇപ്പൊ എനിക്ക് എന്തേലും ഉണ്ടോ അന്റെ പറഞ്ഞത്? അതെ, ടീച്ചർ എന്താ എന്റെ അത്ര വലിയ മെമ്മറി പറയുമ്പോ അന്ന് മറ്റേ ഫ്രഷേഴ്സ് ഡേക്ക് പാട്ട് പാടി, അത് ഭയങ്കര ഒരു ഓർമ്മയത്. കാരണം പെട്ടെന്ന് നല്ലത് അന്ന് മറ്റേ പ്രേമം കത്തിക്കണ സമയ. അന്ന് പാട്ട് പാടി ഏത് പാട്ടെന്ന് ഗസ് ചെയ്യാൻ പറ്റും? ഞാൻ ഗസ് ചെയ്യലുണ്ട്, പറഞ്ഞോ. ആലുവ പുഴയില് 2 വാക്ക് 2 പേരാണ് അടുത്ത എപ്പിസോഡില് ലൈക്ക് ആൻഡ് കമന്റ് പാട്ട് വേണമെങ്കിൽ കമന്റ് ചെയ്യാം. വേറെ എന്താ പിന്നെ നല്ല ഓർമ്മകൾ? എനിക്കൊരു ഓർമ്മ ഉണ്ട്, നമ്മുടെ ക്ലാസ്സിൽ ഒരുത്തൻ അവിടെ സൈഡില് ചമ്മല് കൂട്ടിട്ട് കത്തിച്ചിട്ട് ക്ലാസ്സിൽ ഫുള്ള് പുക വന്നിട്ട്. അപ്പൊ ടീച്ചർ വന്നപ്പോ പറഞ്ഞു, കലിപ്പായി ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ ഇതെന്താണ് ഇവിടെ സേവനമാരെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കത്തിച്ചിടുന്നുണ്ട് ചൂട്. ടീച്ചർ പോയിട്ട് ചൂടായി അവിടുത്തെ ആൾക്കാരോട്. അപ്പൊ പറഞ്ഞു, ഞങ്ങളാരും കത്തിച്ചിട്ടില്ല, ഇവരെന്നെയാണ് കത്തിച്ചിരിക്കണത്. പിന്നെ എന്റെ ഒരു ഫ്രണ്ടിന് അന്ന് ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. അതല്ല, ഞങ്ങള് രാവിലെ സ്കൂളിലേക്ക് വരിക. നമ്മുടെ പോഡ്കാസ്റ്റ് കാണുന്ന സ്ഥിരം ഒരു പ്രേക്ഷകനാണ്. അവന്റെ ഓട്ടോറിക്ഷയില് ഞങ്ങള് സ്കൂളിലേക്ക് വരും രാവിലെ. അല്ല, പിന്നെ ഉച്ചക്ക് ശേഷം മലപ്പുറം പത്തനംതിട്ട അതൊക്കെ ഉണ്ട്. മലപ്പുറം കോഴിക്കോട് അതൊക്കെ കറങ്ങിയിട്ടുണ്ട്. ഓരോ നല്ല ഓർമ്മകൾ. നമുക്കിപ്പോ ഇവിടെ വന്ന നമ്മള് +2 കഴിഞ്ഞ് നേരെ വന്ന ആൾക്കാരാണ്. അപ്പൊ നാട്ടിലെ ആൾക്കാർ എപ്പോഴും പറയും, നിങ്ങൾക്ക് കോളേജ് ലൈഫ് മിസ്സായിക്കണോ, നാട്ടില് ഭയങ്കര അടിപൊളിയാണ്, അതാണ് ഇതാണ് പറയുമ്പോ ഒരു ശരിയാണ്. പക്ഷെ ഒരു പാർട്ട് ഓഫ് ഇറ്റ് നമുക്ക് ആ +2 ലൈഫ് കിട്ടിയിട്ടുണ്ടല്ലോ. ഭയങ്കര ഒരു ഫ്രീഡം ആയിരുന്നു, അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിട്ട്. എനിക്ക് ഓർമ്മ ഉണ്ടോ, ജൂനിയേഴ്സ് വരുമ്പോ ഫ്ലക്സ് തൂക്കി വീട്ടുകാരെ കൊണ്ടുവന്ന് അതൊക്കെ. പക്ഷെ അത് നല്ല സീനല്ലായിരുന്നു. രഞ്ജി പണിക്കർ ഒരു സീന് ആരൊപ്പായിരുന്നു, ഏതോ ഫ്രണ്ടിന്റെ ഉപ്പ രഞ്ജി പണിക്കർ മറ്റേ പ്രേമത്തില് ഡയലോഗ് അടിക്കണ പോലെ, അതായത് ഈ ഭാഗം കേസിനൊക്കെയാണോ ഞങ്ങൾ വിളിച്ചു കൊണ്ടുവരുന്നത് എന്നുള്ള രീതിയില് ആരോ ഒരാള് അഞ്ചാറ് ആൾക്കാര് നമ്മളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു നല്ലൊരു കാലഘട്ടം. അതൊക്കെ ഓരോ ഓർമ്മകള്. അപ്പൊ ഉള്ള സമയം സന്തോഷിച്ചിരിക്കുക. Problems will be different, like Niaz said, like toxicity work culture. അതേതോ സിറ്റി ജപ്പാൻ വർക്ക് കൾച്ചർ ആയിട്ടും അല്ലാതെ ആയിട്ടും റിലേഷൻഷിപ്പ് ആയിട്ടും പല കാര്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അതെ, ലൈഫിൽ നമ്മളൊരു +2 അല്ലെങ്കിൽ കോളേജ് കാലം പഠിക്കുന്ന കാലം തന്നെയാണ് ശരിക്കും ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മള് പണ്ടൊക്കെ വിചാരിക്കുക എന്തൊക്കെ പ്രശ്നം വരാൻ പോണ്, പിന്നെ മാറുന്ന ഡൈനാമിക്സ് മാറുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം. അപ്പൊ എൻജോയ് ചെയ്യാല്ലേ. എന്താ പോയിന്റ് പറയായിരുന്നു? അങ്ങനെ പോയിന്റ് പറയാൻ സമ്മതിക്കില്ല. ഞാൻ നിയാസിനോട് ചോദിക്കാൻ നിൽക്കണം, കാരണം എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. അപ്പോ ഞാൻ എന്റെ ബിഗ്ഗസ്റ്റ് ഡ്രീം എന്താണ്, ഞാൻ എന്താ ഫ്യൂച്ചർ പ്ലാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഫ്യൂച്ചർ പ്ലാൻ ആയിട്ട് വേണം, ഡ്രീം ആയിട്ട് എന്താണ് എന്റെ മറ്റേ കോൺസെപ്റ്റ് എത്രയും പെട്ടെന്ന് ഇതാവട്ടെ. അതെ, അതൊക്കെ തന്നെയായിരുന്നു ഇപ്പോൾ ഒരു ഡ്രീം എന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ലൈഫിൽ നല്ല രീതിയിൽ ചെയ്യാം. പിന്നെ
ജസ്റ്റ് പൈസ ഉണ്ടാക്കുക മാത്രല്ല അതല്ല ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോ ശരിയാണ് അത്. ഞാൻ പറഞ്ഞല്ലോ മുന്നേ വർക്ക് ചെയ്തെടുത്ത് ഞാൻ ശരിക്കും ഫീൽ ചെയ്ത കാര്യം, നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു വർഷം ഞാൻ പോയതേ അറിഞ്ഞിട്ടില്ല. സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ അതാണ് എപ്പോഴും നല്ല രീതിയിൽ ചെയ്യാനുള്ള നമുക്ക് നമ്മളായിട്ട് നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലത്ത് പോയിട്ട് അങ്ങനെ ചുറ്റും വർക്ക് പിന്നെ ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പറ്റുകയാണെങ്കിൽ ഇതേപോലെ കുറച്ചു കാലം ഇപ്പൊ ഗഫൂർ സാർ എന്നൊരു മോട്ടിവേഷൻ തന്നെയാണ്, പഠിപ്പിക്കണം കുട്ടികളെ. നല്ലൊരു ഷൗട്ട് ഔട്ട് ഗഫൂർ സാറിന് ഒരു ഷൗട്ട് ഔട്ട്. നമ്മളെല്ലാരും ഇപ്പൊ പലതരത്തില് നമ്മളത് നമ്മളെ ലൈഫിൽ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, ഭയങ്കര ഒരു ഇപ്പോഴും. അപ്പോ അത് തന്നെയാണ് നല്ലൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു വേഴ്സറ്റൈൽ നല്ലൊരു ടീച്ചർ ആവുക എന്ന് പറയുന്നത്. അതൊക്കെ തന്നെയാണ് സമയം എടുക്കും, പക്ഷെ എന്തായാലും ആയിരിക്കും, നടക്കും. സോ അപ്പൊ അതൊക്കെ തന്നെയാണ് നമ്മളല്ലേ. ഇപ്പൊ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ ഫ്രണ്ട്സിനോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ ചാനല് അതെന്തായാലും നമുക്ക് എല്ലാവരും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാം. പിന്നെ അതെ, അപ്പൊ എന്നാ കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് സീ യു ഓൺ നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ.